ഇവിടെ കിപ്പിൻ്റെ ചെയർമാൻ മജീദ് മാഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവില്ല. ഏകദേശം 1-2 പ്രാവശ്യം ഇവിടെ വന്ന ഒരു അതിഥിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ മറ്റൊരാളെ പരിചയപ്പെടുത്തേണ്ടത് പട്ടാര ബഷീർ, നമ്മുടെ യൂണിവേഴ്സിറ്റി താരമാണ്. അദ്ദേഹത്തെയും എല്ലാവർക്കും പരിചയമുള്ളതാണ്. പിന്നെ ഒന്ന് പരിചയപ്പെടുന്നത് സൂപ്പിക്കാനെയാണ്. സൂപ്പിക്ക ഒരുപാട് കാലം ആശ്രയ ക്ലിനിക്കിൽ ഇതിൻ്റെ എല്ലാ മർമ്മങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വലിച്ചതാണ്. എന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച് മുന്നോട്ടേക്ക് പോവാലോ എന്നുള്ള ഇതില്ല. അപ്പം നമ്മളെ ഫൈൻ കെയറിലും അദ്ദേഹം വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഞാനേതായാലും ആമുഖം പറഞ്ഞ് ഒരുപാട് സമയം പോക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പരിചരണം എൻ്റെ നാളേക്ക് വേണ്ടി എന്നുള്ള ക്ലാസ്സിലേക്കാണ് നമ്മളെല്ലാവരും വന്നത്. എന്താണ് എൻ്റെ പരിചരണം എൻ്റെ നാളേക്ക് വേണ്ടി എന്നുള്ളത് വളരെ നല്ല തരത്തിൽ അതിനെ വിവരിച്ച് നമ്മൾ ഓരോരുത്തർക്കും എന്താണ് എൻ്റെ നാളെ എനിക്ക് വരാൻ പോകുന്നത്, അതിന് ഞാൻ ഇന്നെന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതിനെ പറ്റി വളരെയധികം പരിചയസമ്പന്നനായ, ഒരുപാട് കാലം ഈ പാലിയേറ്റീവുമായി പരിചയിച്ച മജീദ് മാസ്റ്റർ നമ്മളോട് സംബന്ധിക്കാൻ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ 1 വർഷവും 4 മാസവുമാണ് നമുക്കിപ്പോൾ ഈ ഫൈൻ കെയറിൻ്റെ പ്രായം. അപ്പോൾ ഫൈൻ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ 13ഓളം സ്റ്റാഫ് ഇപ്പോൾ ഫൈൻ കെയറിൽ ജോലി ചെയ്യുന്നുണ്ട്. 1 കൊല്ലവും 4 മാസവുമാണ് പ്രായം. ഈ പ്രായത്തിൻ്റെ ഉള്ളിൽ 13 ആളെ ഇവിടെ ജോലിക്ക് വെക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെറുതെ തന്നെ കാലുകൊണ്ട് തട്ടിക്കളിക്കാനൊന്നും അങ്ങനെ ആരും വെക്കില്ലല്ലോ. അത് മാത്രമല്ല, ഇതിനൊരു മാസം എത്രത്തോളം ചെലവ് വരും എന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ 13 സ്റ്റാഫിന് മാത്രം എന്ത് വേണം, പിന്നെ ഇതിൻ്റെ മരുന്ന്, മറ്റ് സംഗതികൾ, ഒരുപാട് പെട്രോള് കാര്യങ്ങൾ, വണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊന്നും പറഞ്ഞ് നിങ്ങൾ ബേജാറാക്കുന്നതല്ല കേട്ടോ. നിങ്ങൾ ആ ഒരു സംഗതിയും തരണ്ട, തിരുവാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഗതി വന്നിട്ട് നമുക്കൊരു വീട്ടിൽ ഒരാൾ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ദിവസം നമ്മൾ ചെന്ന് നോക്കും എത്രയൊക്കെ എങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട്. അതിനേക്കാൾ സൂക്ഷ്മമായി നോക്കേണ്ട ഒരു ഘടകമാണ് ഇന്ന് പാലിയേറ്റീവ്. അത് മനസ്സിലാക്കാൻ വേണ്ടി, അത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. അപ്പോൾ ഞാനതിനെപ്പറ്റി വിവരിക്കാൻ ഒരിക്കലും അർഹനല്ല, എനിക്ക് അതൊരിക്കലും വിവരിക്കാനാകുകയുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയം പറഞ്ഞ് വെറുതെ മെനക്കെടുത്തുന്നില്ല. ഞാൻ ആമുഖം പറഞ്ഞത് അത് നിങ്ങളൊക്കെ ഒരു വേള ചിന്തിക്കുകയും, എന്തിനാണ് ഈ 13 ആൾ ഇവിടുന്ന് എന്താണ് ചെയ്യുന്നത്, കൈക്കോട്ട് പണിയായിട്ട് എടുക്കുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ ഒരു വേള ചിന്തിക്കുന്നത് വളരെയേറെ നല്ലതാണ്. കാരണം ഇത്തരത്തിലൊരു സംഗതി ഒന്നും ഇവിടെ വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വരെ ആവശ്യം വന്നു, നമ്മൾ പോകേണ്ടത് വന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരിക, ഏത് സമയത്താണ് നമ്മൾ ഇതിലേക്ക് മുഴുകി വീഴേണ്ടി വരിക എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു ഇതിൽ കൂടിയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇത് കഴിയുന്നത് വരെ ഞാനിവിടെ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സമയത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
ഒരു ഭാഗത്ത് സ്ട്രോക്ക്, മറ്റൊരു ഭാഗത്ത് ഹൃദയാഘാതം, മറ്റൊരു ഭാഗത്ത് അങ്ങനെ 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 പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പടച്ചവൻ ഒരുപാട് ആയുസ് തരുന്നുണ്ട്. പക്ഷേ ആയുസ് മുമ്പത്തെ പോലെ അല്ല തരുന്നത്. മുമ്പൊക്കെ ഒരു 10-70, 10-65 വയസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെതായ ആ ഇതുണ്ടായിരുന്നു. ഇന്നിപ്പം വയസ്സുണ്ടാവുക എന്നല്ലാതെ കണ്ട് ആ സമയം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചത്തതിനൊത്തു ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-50, 10-45 വയസ്സ് കഴിഞ്ഞാൽ ആർക്കാണ് അസുഖമില്ലാത്തത്? അസുഖങ്ങളുടെ കൂമ്പാരമാണ്. പിന്നെ മരുന്നുള്ളത് കൊണ്ട് ആ മരുന്നും കഴിച്ച്, പഞ്ചസാരയാണെങ്കിൽ അതിന്, സ്ട്രോക്ക് ആണെങ്കിൽ അതിന്, BP ആണെങ്കിൽ അതിന്, നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിക്കുള്ള ആരോഗ്യത്തോടു കൂടിയല്ല. ഇരിക്കട്ടെ, ഞാനത് ഞാൻ പറയുമ്പോൾ കൂടുതലായി പോകും. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പൊ ഇബ്രാഹിം പറഞ്ഞ പോലെ ഇതപ്പോ ആശ്രയം വരുന്നത്. ഇപ്പം തന്നെ എൻ്റെ സുഹൃത്തുക്കളായ 3 പേര് ഒരു 6 മാസത്തിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടു പോയി. അവർ നല്ല ആരോഗ്യമുള്ള ആളാണ്, ഒരു രോഗവും ഇല്ല, നല്ല കളിക്കാർ, ഇതല്ലാണ്ട് കുഴഞ്ഞു വീണിട്ടാണ് മരിക്കുന്നത്. ഒന്ന് കുറ്റിയായിട്ടുള്ള ഒരു സതീഷ് എന്ന് പറയുന്നത്, അന്ന് രാവിലെ നമ്മൾ പോയി രാത്രി കളിച്ച് കടന്നുറക്കുന്നിടത്തുനിന്ന് എന്താ പറ്റുന്നത് വെച്ചാൽ ഉറക്കത്ത് സ്ട്രോക്ക് വരുന്നതാണ്. അപ്പം നമ്മൾ വിചാരിക്കും പിന്നെ ഹെൽത്തി ബോഡിയാണ്, അല്ല അതാണ്, അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ആർക്കും എപ്പോഴും ഇങ്ങനെ. അവർ 3 പേര്, പിന്നെ ഒരു നവാസ് എന്ന് പറയുന്ന ഒരാൾ, പിന്നെ വെള്ളിയോളങ്ങരയുള്ള വേറൊരാൾ. അപ്പോൾ ഈ സ്ഥാപനങ്ങളെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് അവസാനമായിട്ടുള്ളൊരു ആശ്രയം തന്നെയാണ്. ഇപ്പോൾ എത്രയായാലും നമ്മളിപ്പോൾ കുടുംബക്കാരും ഭാര്യ മക്കളും വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ അവർക്കെല്ലാം മടുക്കും. പിന്നെ അവർ പറയുക വെച്ചാൽ കുറേ നോക്കിയാലും കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു മടുപ്പം വരും. പിന്നെ ലാസ്റ്റ് അവസാനം നമ്പർ തപ്പി ഇബ്രാഹിം ഇവിടെ ഉണ്ടോന്നിങ്ങനെ ഒന്ന് വരണേ എന്നുള്ളൊരു അവസ്ഥയിലാണ് ശരിക്കും വരുന്നത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഓരോ പ്രദേശങ്ങളിൽ ഇപ്പോൾ കൂടിക്കൂടി വരേണ്ട ആവശ്യമാണ്. കാരണം വീട്ടുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് പിന്നെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഏകദേശം ഒരു 50 വയസ്സിന് മേലെയുള്ള ഏകദേശം 60% ആൾക്കാർ പോലും വീട്ടിൽ ഒറ്റപ്പെട്ടാണ് കഴിയുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ മക്കളോ അല്ല അതുപോലെയുള്ള ഭാര്യമാരെല്ലാം അവരൊരു ഇനി വരുമാനമൊന്നുമില്ല, വേറെ ഇതൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവർ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അത്രയും മാനസിക സംഘർഷങ്ങളൊക്കെ. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് പോയിരുന്നു. അവർ ഒരുപാട് മുതലാളിയാണ്. പക്ഷെ അദ്ദേഹം ഏകദേശം ഒരു റൂമിൽ നിന്ന് ഓഫീസിന് പോകാൻ ഏകദേശം ഒരു 1/2 മണിക്കൂർ എടുത്തു. കാരണം അദ്ദേഹത്തിന് ഭയങ്കര ബാക്ക് പെയിനാണ്, നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യമുണ്ട്, ഒരുപാട് സ്വത്തൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ബഷീറെ, ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഞാൻ എന്താ സാറ് മൂവ് ചെയ്യാന്നല്ല, നമ്മൾ ഇഷ്ടത്തിന് നടക്കാൻ പറ്റാന്നല്ല. അത് നടക്കാൻ പറ്റാത്ത ഒരാൾക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണം ഇതുപോലത്തെ ഒരു സ്ഥാപനം സ്വന്തമായിട്ട് തോന്നും. പക്ഷെ അദ്ദേഹത്തിന് ഇത്ര ചികിത്സിച്ചും പിന്നെ ഡിസ്കിനൊക്കെ ഓപ്പറേഷൻ ചെയ്ത് നടക്കാനൊരു വളരെ സ്ലോയിലാണ് നടക്കും. അപ്പോൾ അത് നമുക്കൊരാൾക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാണ് ആ നടക്കാൻ പറ്റാത്ത ആളൊരു വിഷം മനസ്സിലാവും. അല്ലെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാണ് നമ്മൾ അതിൻ്റെ ഓരോ സംഭവങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഹെൽത്തിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ചെറിയൊരു കേസുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, അദ്ദേഹത്തിൻ്റെ വീട് പണിക്ക് വാർപ്പിൻ്റെ മേലെ കയറിയതാണ്, നനക്കുവേ. അപ്പോൾ ഉരുണ്ട് വീണ് ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് പുതുപ്പണാണ്. 2 വർഷമായിട്ട് അദ്ദേഹം വീൽ ചെയറിലാണ്, ഒരു ഭാഗത്താളുന്നത്. അപ്പോൾ എങ്ങനെ ഒരു അപകടമോ എന്തെങ്കിലും തീർച്ചയായും എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമ്മളെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സംഭവം നമ്മൾ ഈ ചിരിയും കളിയും തുള്ളിക്കളിയും വെച്ച് നമ്മൾ വെറുതെ പറയുക. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചിട്ട് ബഷീറെ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്, ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ തീർന്ന്. പിന്നെ പിന്നെ ഒരു സംഭവത്തിനുണ്ടാവില്ല, ഞാൻ വോളിബോൾ ഉണ്ടാവില്ല, രാഷ്ട്രീയം ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല, തീവ്രവാദം ഉണ്ടാവില്ല, വർഗീയത, ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയി, അത്രയേ ഉള്ളൂ. നമ്മളൊരു ഡോക്ടർ വെറുതെ പറഞ്ഞായി എനിക്ക് ബ്ലഡിൽ ചെറിയൊരു തകരാറുണ്ട്, അല്ല ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആയി, ഒരു വാക്കേ വേണ്ടു. പിന്നെ നമ്മൾ എനർജറ്റിക്കും എല്ലാം പോകും. അപ്പോൾ തീർച്ചയായും എന്താ വെച്ചാൽ ഇബ്രാഹിം, നിങ്ങൾ ഈ കുരിക്കലാട് ചെയ്യുന്നത് ഈ എന്താ പറയുക മഹത്തായ ഒരു സംരംഭമാണ്. ഒരുപാട് ആളുകൾ പ്രാർത്ഥനകളുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഒരു ആശയറ്റ അല്ല അവശരായ നിരാലംബരായ യാതൊരു ആശ്രയമില്ലാത്ത ഒരാളെയാണ് നിങ്ങൾ എണീക്കാൻ പറ്റാത്ത ഒരാളെ ചെറുങ്ങനെ താങ്ങിക്കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നത്. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഇവിടെ എനിക്ക് ഒരു പുതിയ സ്ഥലമല്ല, ഒന്നോ രണ്ടോ തവണ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും നല്ല ജീവിതത്തിൽ നല്ല തിരക്കുള്ള മനുഷ്യന്മാരും ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിലെയാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഇത് കേൾക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയുള്ള ആളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവരും പലർക്കും പല പ്രയാസങ്ങളും ഉണ്ടാവും. ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന
പ്രശ്നങ്ങളും ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ്. ഏതായാലും നമ്മളെല്ലാവരും കൂടി ഒരുപാട് ഇതിലൊരു സംഘാടകർ ഒരുപാട് തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ ആളുകൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഏതായാലും ക്ലാസ് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ഇത് വേണോ, ഇതുകൊണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കുറേ ആളുകൾക്ക് കേട്ടിട്ടുണ്ടാവും കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് എന്തിനാണ് നമ്മളിങ്ങോട്ട് വന്നതെന്നുള്ള എൻ്റെ ചോദ്യം. ബ്രയാജ് വിളിച്ചിട്ട് വന്നതാണോ അല്ലെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? ഒന്നാമത് ചോദ്യം അതാണ്. എന്തിനാന്ന് വിളിയായിട്ട് വന്നാ എങ്ങനെ ആ കാരണവർ വിളിക്കുമ്പോൾ വരാതെ വെക്കുക എന്നിട്ട് പോകുന്നതാണ്. അല്ലാതെ നമുക്ക് മനസ്സിൽ വേറെ എന്തെങ്കിലും പ്രത്യേകമായി തീരുമാനിച്ചുറച്ച് വന്ന ആളുകളും കുറച്ചുണ്ടാവും, കൂട്ടത്തിലുണ്ടാവും. എൻ്റെ വീട്ടിൽ, എൻ്റെ അടുത്ത വീട്ടിൽ കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതോ ദിവസമോ ഇവിടുന്ന് വണ്ടിയോ ആൾക്കാരൊക്കെ വന്നത് കണ്ടപ്പോൾ ഈ കൂട്ടത്തിലൊന്ന് കൂടണം എന്ന് വിചാരിച്ചു വന്നവരില്ലേ? ഉണ്ടാവില്ലേ? ഇതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഈ കൂട്ടത്തിലൊന്ന് കൂടി ഈ ഒരു സംവിധാനം ഒന്നുകൂടി മെച്ചപ്പെടുത്തി എടുക്കണമെന്ന് തോന്നിയാൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കിയാൽ മതി. ആരുമില്ല? ഉണ്ടല്ലേ? ഓക്കെ, ആ സമാധാനം. ഇവരെ കണ്ടിട്ട് ബാക്കിയുള്ളവരും കൂടി അവരെ കൂടെ കൂടണം. റെഡി അല്ലേ? ഈ ബാക്കി കൈവെക്കാത്ത ആളുകളും കൂടിയും മനസ്സുകൊണ്ട് അവരെ കൂട്ടാനാണ് ഞാൻ ശ്രമിക്കുക. യെസ്, ഓക്കെ. അപ്പൊ വിഷയം എന്താണെന്നറിയോ? വിഷയം ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് ചുറ്റും രോഗം കൊണ്ട് കിടന്നുപോയ മനുഷ്യന്റെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് എൻ്റെ പരിചരണം എൻ്റെ നാളേക്ക് വേണ്ടി എന്ന് പറയാൻ കാരണം. എൻ്റെ നാളേക്ക് വേണ്ടി, ഞാൻ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം. എപ്പോഴാ? നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എപ്പോഴാ ഒന്നും പറയാൻ പറ്റില്ല. ഏത് നിമിഷവും. ഇന്ന് ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ 2 കൈയും 2 കാലും ഒക്കെ ചലിപ്പിച്ചും എൻ്റെ എല്ലാ ആരോഗ്യമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വന്നതെങ്കിൽ ഒരു പക്ഷേ അടുത്തൊരു നിമിഷം എൻ്റെ കൈക്ക് പകരം വേറെ ഒരു കൈ, എൻ്റെ കാലിന് പകരം മറ്റൊരു കാൽ, അതായത് അയാൾ താങ്ങിയെടുത്ത് കൊണ്ടുപോകണം. അപ്പൊ എൻ്റെ കാലിന് വേറൊരു കാലാണ്, എൻ്റെ കൈക്ക് പകരം മറ്റൊരു കാലാണ്, എൻ്റെ അവയവങ്ങൾക്ക് പകരം മറ്റൊരു അവയവം ചലിപ്പിക്കേണ്ടിടത്തേക്ക് ഞാൻ വഴിമാറുന്ന നിമിഷം അധികമൊന്നും ഉണ്ടാവില്ല എന്നുള്ള. അതുകൊണ്ട് വളരെയേറെ ഗൗരവമേറിയ ഒരു ചർച്ചയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മൊബൈൽ ഫോൺ സൈലന്റ് ആയത്. നിങ്ങളതൊക്കെ സൈലന്റ് ആയിരിക്കുമല്ലോ. ഏതെങ്കിലും സൈലന്റ് അല്ലെങ്കിൽ സൈലന്റ് ആക്കുക. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എണീറ്റ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു പോവാം. ഇടയിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈവയ്ക്കുക, നിങ്ങൾക്ക് പറയാം. കുറച്ച് സമയത്തിന്റെ കൂടെ കൂടൂലേ? എന്തിനാ കൂടുന്നത്? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ കസേരയിൽ ഇരിക്കുന്നത് ഈ സംവിധാനം ഇവിടെ നാട്ടിൽ ഉയർത്താൻ വേണ്ടിയല്ല, ഇതെനിക്ക് വേണ്ടിയാണ്. ഈ ഒരു സമയം ഒരുപാട് തിരക്കുള്ള ആളുകളാണ് നിങ്ങൾ. പലരെയും കണ്ടാൽ അറിയാം, മര്യാദക്ക് ഇരിപ്പുറച്ചില്ല, എപ്പോഴാണ് എണീറ്റ് പോകാന്നുള്ള ഒരിക്കല പലരും. ചോരമ്മ കുറച്ചു നേരം ഇരുത്താം. യെസ്. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരാം. പാലിയേറ്റീവ് കെയർ എന്നുള്ള വിഷയത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഫൈൻ കെയർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, എന്താണ് പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണം എന്താണ്? ഈ സാന്ത്വന പരിചരണ സംവിധാനം, അതിൻ്റെ ആ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ കിടന്നുപോയ മനുഷ്യന്മാർക്ക്, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കാൻ എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, ഇതിന്റെ സംഘാടന രീതി എന്താണ്, ഇത് എപ്പോഴാണ് ഒരു രോഗിക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് പാലിയേറ്റീവ് കെയർ ഈ നാട്ടിൽ ഇപ്പോൾ പ്രസക്തമാവുന്നത്, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം പറയാൻ ഇവിടെ നേരമില്ല. കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിനോട് ചേർത്തുകൊണ്ടുള്ള നമ്മളെ സംസാരങ്ങൾ ഒരു ഇൻട്രാക്ഷൻ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, നാട്ടിൽ ഒരുപാട് സംഘടനയിൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ. ഈ കാണുന്ന കാരണന്മാർക്കൊക്കെ ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. ഒരുപാട് മതസംഘടനകളിൽ, രാഷ്ട്രീയ സംഘടനകളിലൊക്കെ വർക്ക് ചെയ്ത ആളുകളാണ്. ഈ സംവിധാനം
എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളിങ്ങനെ വട്ടത്തിലിരുത്തിയെന്നുള്ളൊരു കാരണമുണ്ട്. നിങ്ങൾ വിചാരിച്ച ഞാൻ വെറുതെ ഇരുത്തിയാന്നാ? ഇതിൽ ആരാപ്പം മുന്നില്? ആരാ മുന്നില്? എല്ലാരും മുന്നിലാ അല്ലേ? ആരാ പിന്നില്? നാലാൾ നമ്മൾ ഒഴിവാക്കട്ടോ, 5-8 ആൾക്കാർ അവിടെ ഉണ്ടോ, നമ്മൾ വിട്ടു. ഇവിടെ പിന്നിൽ ആരുമില്ല, നമ്മളെല്ലാരും മുന്നിൽ. ഇതാണ് പാലിയേറ്റീവ് കെയർ. എല്ലാരും മുന്നിലാണ്, എല്ലാരും ഒന്നിച്ച. ഇവിടെ എന്താ പ്രസക്തം? ഇതൊരു ഇബ്രാഹിക്ക പാലിയേറ്റീവ് കെയർ ആവരുത്. ചുരുക്കി പറഞ്ഞത് മനസ്സിലായോ? ഇതൊരു ടീം വർക്ക് ആയിരിക്കണം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സംവിധാനം തുടങ്ങി അന്ന് കാണിച്ചു തന്നതാണ് ഇങ്ങനെ വട്ടത്തിലിരുത്തി, വെറുതെ ഇരുത്തിയല്ല. ഇതിന്റെ സംവിധാനം അങ്ങനെ ആയത് ഇതൊരു ടീം വർക്കാണ്. ഒരു കൂട്ടം ആളുകൾക്ക് ഒന്നിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റിയുടെ പേരാണ് പാലിയേറ്റീവ് കെയർ. ആദ്യം ഞാൻ തുടങ്ങുന്നത് അതാണ്. അതുകൊണ്ടാണ് ഈ സംവിധാനത്തിന് ഇതിൽ കുറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഈ ഒരു സിസ്റ്റം ഒരു ടീമായി ചെയ്യേണ്ട വർക്കാകുന്നു. അതായത് ഒരാൾക്ക് തലവേദന വന്നാൽ അത് ഏറ്റെടുക്കാൻ അയാളുടെ കൂടെ വേറെ ആളുണ്ടാവണം. മനസ്സിലാകുന്നുണ്ടോ? ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുക? എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടുത്തെ ആക്ടിവിറ്റി എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഓരോ മേഖലയിലും രോഗികളെ ഏത് രീതിയിൽ സന്ദർശിക്കുക, ഇതൊക്കെ അറിയുന്ന ഒന്നിലേറെ പേർ ഓരോ ടീമിലുണ്ടാവുന്ന വ്യത്യസ്തങ്ങളായ ചെറു ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട സബ് കമ്മിറ്റികൾ എന്ന് വേണേൽ പറയാം. ചെറിയ ടീമുകൾ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഒരു പാലിയേറ്റീവ് കെയർ സിസ്റ്റം. ഞാൻ സംഘാടന ആദ്യം പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമുക്കിതിൽ എന്ത് റോള് എന്ന് ആലോചിക്കാനാണ്. ഈ സിസ്റ്റത്തിൽ ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്ന് നാം കാണുന്നതിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇബ്രാഹിക്കാർക്ക് ഒരു തലവേദന വന്നാൽ ഇവിടെ അങ്ങനെ തന്നെ പേരെടുത്ത് പറയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ശരിക്കും ഒരാളെ പേര് പറയാൻ പാടില്ല പാലിയേറ്റീവ്. അപ്പോൾ ഒരേ തലവേദന വന്നാൽ ഈ സിസ്റ്റം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അപ്പുറത്തൊരാൾ കയറി ആ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആളുണ്ടാവണം. അതുകൊണ്ടാണ് ഇതൊരു സൊസൈറ്റിയുടെ ഒരു ടീം വർക്കായി, നാട്ടിലെ സകലമാന മനുഷ്യരുടെയും ഒരു കൂട്ടായ്മയായിരിക്കണം ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. അവിടെ ഏതെങ്കിലും ഒരു ജാതിയോ ഒരു മതമോ ഏതെങ്കിലും ഒരു വിഭാഗമോ എന്നതിലപ്പുറത്തേക്ക് നാട്ടിലെ സകലമാന മനുഷ്യരുടെയും ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയായിരിക്കണം ഈ സിസ്റ്റം നടത്തേണ്ടത്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത്, ഇത് 1 or 2 അതിലധികമോ ആളുകളുള്ള ഒരു ടീമായിരിക്കണം ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ ടീമുകൾ ഓരോ മേഖലയിൽ, ഫണ്ട് കളക്ഷൻ, രോഗീ പരിചരണം, ഹോം കെയർ, അതുപോലെ റീഹാബിലിറ്റേഷൻ, ഇങ്ങനെ പാലിയേറ്റീവ് കെയറിൽ കുറേ മേഖലകളുണ്ട്. ഈ മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഏതോ 1 or 2 ആളുകളുടെ തലയിൽ മാത്രം ഇതിന്റെ ഈ ഒരു സംവിധാനം ഉണ്ടായാൽ പോരാ. ഒരു ടീം ഇതിനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ഈ സിസ്റ്റം വേണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. മറ്റൊന്നുള്ളത്, ഇതിനൊരു കൃത്യമായ ഒരു നിലപാടുണ്ട് പാലിയേറ്റീവ് കെയറിന്. ഇത് പുതുതായി ഇതിനെ കാണുമ്പോൾ ഇതിലേക്ക് കടന്നു വരുന്നവർ ആലോചിക്കേണ്ടത്, സോഷ്യൽ മീഡിയകൾ ഏറ്റവും സജീവമായ ഒരു ലോകമാണെന്ന്. നമുക്ക് നാം കാണുന്ന ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരത്തിനിടയ്ക്ക് ചെയ്യുന്ന എല്ലാ പണിയും ഇന്ന് എവിടെ ഉണ്ടാവും? ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ചുരുക്കം വാട്സപ്പിലെങ്കിലും ചിത്രം ഉണ്ടാവും. എല്ലാ ഏർപ്പാടും ഈ ചിത്രം കൊടുക്കുമ്പോൾ പാലിയേറ്റീവ് കെയർ സംവിധാനം പറയുന്നു, മനുഷ്യ നാളെ നീയായിരിക്കും ആ കട്ടിൽ കിടക്കേണ്ടി വരിക. അതുകൊണ്ട് ആ കിടന്നുപോയ മനുഷ്യന് അഭിമാനവും അന്തസ്സുമുണ്ട്. ആ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടുന്നതിന് ആ മനുഷ്യന്റെ വേദനയെയും യാതനയെയും വിറ്റ് കാശാക്കുന്നതിന് പറയുന്ന പേരല്ല പാലിയേറ്റീവ് കെയർ. അതിനെ കർശനമായി എതിർക്കപ്പെടുന്നുണ്ടോ പാലിയേറ്റീവ് കെയർ? അതുകൊണ്ടാണ് വലതു കൈ അറിയുന്നത് ഇടതു കൈ അറിയരുത് എന്ന് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഇത്. ഈ ഒരു സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇത് ആർക്കാണോ ഇത് ലഭ്യമാകുന്നത്, ആ ലഭ്യമാകുന്ന മനുഷ്യന്റെ അഭിമാനവും അന്തസ്സും ഒരു നിലക്കും കോട്ടം തട്ടാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. ആരാന്റെ വീട്ടിലെ അടുക്കളയിലെ സ്വകാര്യതകള്, വീട്ടകങ്ങളിലെ സ്വകാര്യതകൾ ഏതെങ്കിലും ഒരു ഹോം കെയർ വണ്ടിയിൽ കയറി നിന്ന് നമ്മൾ പോയാൽ തിരിച്ചു വന്ന് തൊട്ടടുത്ത ചായക്കടയിലിരുന്ന് പട്ടം കൂടിയിരുന്ന് അവൻ്റെ ആരാന്റെ വിവരങ്ങൾ കൈമാറുന്നവനാണ് നിനക്ക് ഈ പണി പറ്റില്ല എന്നാണ് പറഞ്ഞത്. മറ്റൊന്നുള്ളത് ഇതിന്റെ സ്ഥാനമാനങ്ങളാണ്. അബ്ദുൽ മജീദിന് കോഴിക്കോട് ജില്ലയിലെ ഒരുപാട് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെ വലിയ നേതാവാന്നുള്ള അഹങ്കാരം
കുറച്ച് മനുഷ്യനുണ്ടാവുമെന്ന് തോന്നുന്നു. വല്ലാണ്ട് കൂടിയാൽ ചെവിക്ക് പിടിച്ച് പുറത്തേക്കെറിയാനുള്ള ഒരു സംവിധാനം പാലിയേറ്റീവ് കെയറിൽ നിലനിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് സ്ഥാനമാനങ്ങൾക്ക് വലിയ വില കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന, കേവലം വലിയ കസേരകളും ഇരിപ്പിടങ്ങളും ഒക്കെ കാണുന്ന, ചുരുക്കി പറഞ്ഞാൽ മറ്റ് സംഘടനകളിൽ കാണുന്ന അത്തരത്തിലുള്ളൊരു സംവിധാനം പാലിയേറ്റീവ് കെയറിൽ പാടില്ല. ഈ സ്ഥാനത്ത് എനിക്ക് തുടരാനുള്ള അവകാശം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 400ഓളം വരുന്ന രോഗികളിൽ ചില രോഗികളുടെ കേസ് ഷീറ്റിൽ, രോഗികളുടെ വിവരങ്ങളിൽ ഒരു കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അബ്ദുൽ മജീദ് എൻ്റെ ഫോൺ നമ്പറും. അതുകൊണ്ട് ആ സംവിധാനത്തിലെ ഹോം കെയർ പോയി, നഴ്സുമാർ പോയി രോഗിയെ കണ്ട് തിരിച്ചു പോരുമ്പോൾ ആ രോഗിക്ക് ഇനിയും ചെയ്തു കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്കും കുടുംബത്തിനും. ഞാൻ അതിലേക്ക് വരാം. ആ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരാളാണ് അബ്ദുൽ മജീദ്. എൻ്റെ നരുക്കുനിയിൽ ആ കേസ് ഷീറ്റിലെ ആ രോഗിയുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് നേരമില്ല എങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിയ വിടുവായിത്തരം വിളിച്ചു പറയാൻ എനിക്ക് യോഗ്യതയില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇതാണ് വിഷയം. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഉള്ള മറ്റൊരു അതുകൊണ്ട് കേവലം ഏതെങ്കിലും ഒരു ഔപചാരികതകൾക്കപ്പുറത്തേക്കാണ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സംവിധാനം തുടങ്ങിയ കാലം മുതൽ ഈ കാലം വരെ പ്രവർത്തിച്ച പഴയകാല ഡോക്ടർ രാജഗോപാലും ഡോക്ടർ രാജശ്രീയും അതുപോലെ ഡോക്ടർ അബ്ദുള്ള മണിമയൊക്കെ ഇപ്പോഴും പാലിയേറ്റീവ് കെയറിലുണ്ട്. അവരേതോ വീട്ടിലെ ഏതോ കുന്നിൻ മുകളിൽ ഏതോ വീട്ടിലെ രോഗിയുടെ കട്ടിലിൻ്റെ അടുത്ത് പോയിരുന്ന് അവരോട് ചെവിയിൽ മന്ത്രിച്ച് കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് മരുന്നും മന്ത്രവും ഒക്കെ കൊടുത്ത് തിരിച്ചു പോരുന്ന പണിയിലാണ് അവരൊന്നും ഇന്ന് ചിത്രത്തിലില്ല. അതുപോലെ ഒരുപാട് പേർ നമ്മുടെയൊക്കെ നാട്ടിൽ ഏതോ രോഗികളുടെ വീട്ടകങ്ങളിൽ ആരാലും കൊട്ടും കുരവയുമില്ലാതെ ഓടിച്ചാടി നടന്ന് തൻ്റെ ജീവിതത്തിലെ തിരക്ക് പിടിച്ച നിമിഷങ്ങൾക്കിടയിൽ ഇത് തൻ്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരാണ് പാലിയേറ്റീവ് കെയറിൻ്റെ സംഘാടകർ. അവരാവണം നമ്മൾ. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് എൻ്റെ പാലിയേറ്റീവ് കെയർ സിസ്റ്റത്തിന് കൊടുത്തിട്ടേ എനിക്ക് ഒരു 500 രൂപ എൻ്റെ നരുക്കുനി പാലിയേറ്റീവിന് തരൂ എന്ന് പറയാനുള്ള യോഗ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇത് കേവലം പണം പിരിക്കുന്ന നേതാക്കന്മാരായി ആളുകളായി വീണെങ്കിൽ ഈ സംവിധാനത്തിൽ നമുക്ക് തുടരാൻ അവകാശമില്ല എന്ന് പാലിയേറ്റീവ് കെയർ പഠിപ്പിക്കുന്നു. പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ പറയുന്നത് ഇതൊരു സിസ്റ്റം, ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ സ്ഥലത്ത് കുരുക്കിലാട് പ്രദേശത്ത് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഈ സിസ്റ്റം തുടങ്ങിയത് ഇതിലൊരു ചരിത്രപരമായൊരു വസ്തുതയുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1993 ഡോക്ടർ സുരേഷ് കുമാർ അടക്കമുള്ള ആളുകളെ സാവിത്രി സാബു വാർഡിൽ നിന്ന് രോഗിയായി, ക്യാൻസർ രോഗിയായി പുറത്തേക്ക് വന്ന ആളുകളെ കണ്ട് ആ പുറത്തേക്ക് പോകുന്ന ആളുകളുടെ വേദനകളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നേരത്തെ 1958 ഇംഗ്ലണ്ടിൽ തുടക്കം കുറിച്ച ഈ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം, അന്ന് ഹോസ്പീസ് എന്ന പേരിൽ തുടങ്ങിയ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം, ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയ പ്രസ്ഥാനം, ക്യാൻസർ വാർഡിൽ നിന്ന് പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയ രോഗികളെയും അവരെ ഇയാളൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചു പോകുന്ന അവരുടെ കുടുംബാംഗങ്ങൾ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രോഗനിർണയത്തിന് പോലും 1000കണക്കിന് രൂപ ചെലവഴിച്ച് കുടുംബാംഗങ്ങളോട് ഡോക്ടർ പറയുന്നു ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ കുടുംബം കൈമലർത്തുന്നിടത്ത് ചിന്തിച്ചു പോവുകയാണ്, ഇയാൾ ഇനി ഏതായാലും ഈ ലോകത്തില്ല, ഏറ്റവും അടുത്ത ബന്ധു പോലും ചിന്തിച്ചു പോകുന്നു ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന രീതിയിൽ ആലോചിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം 1993 കോഴിക്കോട്ടെന്ന സാമൂഹ്യ പ്രവർത്തകരെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പാലിയേറ്റീവ് കെയറിന് ചെയ്യാനുള്ളത് കേവലം ഒരു നേഴ്സിനും ഒരു ഡോക്ടർക്കുമല്ല, അതിനപ്പുറത്തേക്ക് നാട്ടിലെ പൊതുസമൂഹത്തിന് ഈ കടന്നുപോയ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലെ ഒട്ടുമുക്കാലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് ചെയ്യാനുണ്ട്, ഒരു കൂട്ടായ്മയ്ക്ക് ഒരുപാട് ചെയ്യാനുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങളിലേക്ക് തരൂ, ഞങ്ങൾക്ക് ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കാമെന്ന് ഏറ്റെടുത്ത് നാട്ടുകാർ സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ നൈബർഹുഡ് നെറ്റ്വർക്ക് ഇൻ പാലിയേറ്റീവ് കെയർ എന്ന പേരിൽ നാട്ടുകാരെ ഏറ്റെടുത്ത് തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ്
പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സംവിധാനം. ആ സംവിധാനം 2000 കൈ കടന്ന് മുന്നോട്ട് പോയപ്പോൾ മലബാർ ഏരിയകളിൽ ഇത് പടർന്ന് പന്തലിച്ചപ്പോൾ 2008 സർക്കാർ തിരിച്ചറിഞ്ഞു ഇത് ഇവർ മാത്രം ചെയ്താൽ പോരാ, ഇത് നമുക്ക് കൂടി ഉത്തരവാദിത്തമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 2008 ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവരികയും 2008 സർക്കാർ പാലിയേറ്റീവ് കെയർ സംവിധാനം സർക്കാർ സംവിധാനങ്ങളിൽ മാൻഡേറ്ററി നടപ്പിലാക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോഴാൾ ചോദിച്ചു, സർക്കാർ ചെയ്തോളൂല്ലേ? പോരാ, അത് അടിസ്ഥാനപരമായ പരിചരണത്തിന് മാത്രമേ സംവിധാനം സർക്കാർ സംവിധാനത്തിലുള്ളൂ. പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് കിടന്നുപോയ മനുഷ്യൻ്റെയും അവൻ്റെ കുടുംബങ്ങളുടെയും സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതെന്തൊക്കെയാ പ്രശ്നം? നിങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു നോക്കി. നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കൂടപ്പുറപ്പായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ രോഗത്തെക്കുറിച്ച്, ഒരു രോഗിയായി കിടക്കുന്ന ഒരാളെക്കുറിച്ച് ആലോചിച്ചോളൂ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്തൊക്കെ വിഷയങ്ങളുണ്ട്? ക്യാൻസറാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗമാണ്, കിഡ്നി രോഗമാണ്. ആ മനുഷ്യൻ്റെ ഒരു രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഒരാളാ നിങ്ങൾ കണ്ട ഒരാൾ ഓർമ്മ വരുന്നുണ്ടോ? ആ മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? എന്തൊക്കെ വിഷയങ്ങളുണ്ടാവും? ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? ആദ്യം നമ്മൾ ആ മനുഷ്യനിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ അയാളുടെ മൂത്രം എന്തായിരിക്കും? ബ്ലോക്കായിരിക്കും. വയറ്റിന്ന് പോകാൻ പ്രയാസം ഉണ്ടാവും. ശരീരത്തിൽ അങ്ങിങ്ങ് മുറിവുകൾ, വ്രണങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ? ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ തുടങ്ങി ഓരോ രോഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ, ശരീരത്തിന് ഒരുപാട് പ്രശ്നം, ഛർദി ഉണ്ടാവും, ഓക്കാൻ പറ്റും, അതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മനുഷ്യനും അയാളുടെ കുടുംബവും, അങ്ങനെ ഒന്നുണ്ട്. രോഗിയേക്കാളേറെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്, ഒരാൾ കിടന്നാൽ ആരാ ഏറ്റവും കൂടുതൽ അനുഭവിക്കുക? മക്കള്, പരിചരിക്കുന്ന ആളുകൾ, പരിചാരകർ, മക്കള്, ഭാര്യ, കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഭർത്താവ് അടങ്ങുന്ന ഈ കുടുംബാംഗങ്ങളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കും. അങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഈ രോഗിയുടെ കുടുംബാംഗങ്ങളെ കൂടി ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് പാലിയേറ്റീവ് കെയർ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് പാലിയേറ്റീവ് കെയർ? ആ ഒരു സംവിധാനത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ പറയാം, ഇതിന്റെ പ്രസക്തി ഞാൻ പറയാം. ഞാനൊരു ചോദ്യം ചോദിക്കാം, മുമ്പ് ചോദിച്ചാണ്, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലാസ്സിൽ തന്നെ ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമകാലിക സ്ഥിതി നേരത്തെ നമ്മുടെ മുഖ്യാതിഥി സൂചിപ്പിച്ചു. എപ്പോഴാ വീണു പോവുക, എപ്പോഴാ മരിച്ചു പോവുക. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധത്തിൽ മെനയാന്നൊരു പെണ്ണ്, 25 വയസ്സായ ഒരു പെണ്ണ്, ഒരു 3 വയസ്സായ മകനുണ്ട്. രാവിലെ വാതിൽ തുറക്കാതിരിക്കുമ്പോൾ വീട്ടുകാർ തട്ടിമുട്ടി നോക്കുമ്പോൾ കട്ടിലിൻ്റെ ഈ അളമാരയുടെ ഇടയിലായിട്ട് വീണ് കിടക്കുന്ന ഈ മകൻ ഭാഗത്തുനിന്ന് താക്കോലെടുത്തുകൊണ്ട് വന്ന് ജനലിൽ കൂടെ വീട്ടുകാർക്ക് കൊടുത്തിട്ടാണ് ആ വീട്ടുകാർ തുറന്നത്. അപ്പോഴേക്ക് അറ്റാക്ക് വന്ന് ആ പെണ്ണ് മരിച്ചു വരുന്നു. ഇന്ന് അവരുടെ ചടങ്ങുകളൊക്കെ സമാപന ദിവസം മെനയാന്ന് സംഭവിച്ച 25 വയസ്സായ ഒരു പെൺകുട്ടി. കഥ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കൺമുമ്പിൽ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ, അനുഭവങ്ങളുള്ള ആളുകൾക്ക് മുമ്പിലാണ് നിൽക്കുന്നത്. മരണം എപ്പോഴും സംഭവിക്കും. അപ്പോൾ ആ മരണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മരണം ഒരു യാഥാർത്ഥ്യമായി സംഭവിച്ചേക്കാം, ഉറപ്പായിട്ടുണ്ടാവാം. ഇവിടെ ഒരു ചോദ്യം, ഈ രോഗവും മരണവും ഒക്കെ നടക്കുന്ന ഇടയിൽ മനുഷ്യൻ മരിച്ചു വീണാൽ എളുപ്പമാണല്ലോ, പെട്ടെന്ന് വീണു പോയാൽ കഴിഞ്ഞു. പക്ഷേ കുറേ കാലം കിടക്കുന്ന മനുഷ്യന്മാരായി മാറുമോ ഇല്ല എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു പഠനം നടത്തി. അതിന് പഠനത്തിൻ്റെ മുമ്പ് എനിക്കൊരു ചോദ്യമുണ്ട്, ഞാൻ മുമ്പ് ചോദിച്ചതാണ്, മുമ്പ് കേട്ടവരുണ്ടാവാൻ വരെ ഇപ്പോഴും അത് എഴുന്നേൽക്കാം. 3 തരം മരണം. ഒന്ന്, പെട്ടെന്ന് വീണ് മരിക്കുക. APJ അബ്ദുൽ കലാം വീണ പോലെ, MM വിജയൻ സാറ് വീണ പോലെ, കേട്ടില്ലായിരുന്നോ അല്ലേ? പെട്ടെന്ന് വീണ് മരിച്ചു. ഒരു മകളുടെ കല്യാണത്തലേന്ന് സ്റ്റേജിൽ നിന്ന് ഡാൻസ് ചെയ്ത ഒരു അച്ഛൻ കൊയന് വീണ് മരിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീണ് മരിച്ചു പോവാം. തീരുമാനിക്കണേ. എല്ലാവരോടും ഞാൻ ചോദിക്കും, മരിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് എല്ലാവരും, എങ്കിൽ പോലെ ഏതോ ഒരു തീരുമാനം എടുക്കണം. 2, കുറച്ച് കാലം കടന്നു മരിക്കാം. ഒരു രോഗം വന്നു, ഹോസ്പിറ്റലൊക്കെ പോയി, ഒരാഴ്ച മുമ്പ് നമ്മളിവിടെ കണ്ടല്ലോ എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറഞ്ഞ കാലം കടന്നു മരിക്കുക. 3, ദീർഘകാലം കടന്നു മരിക്കുക. 3 തരം മരണം. റെഡി അല്ലേ? എനിക്ക് മറുപടി പറയേണ്ട ഒരു, എഴുന്നേൽക്കാൻ പറ്റുന്നവരെ എഴുന്നേൽക്കാം, അല്ലാത്ത കാരണവരെ കാണാൻ കൈവയ്ക്കാൽ മതി. ചോദ്യം അതേ ഉള്ളൂ, ഇതിലേതെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാം. തീരുമാനിച്ചോ? 3-ലൊരു മരണം ഉറപ്പാ. എനിക്ക് ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ കുടുംബത്തിൻ്റെ കഥയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഇതാ നല്ലത്, നിങ്ങളിപ്പോൾ തീരുമാനിക്കണം. ഇതിൽ 3-ലൊന്ന്.
റെഡി? ഒന്ന് പെട്ടെന്ന് വീണ് മരിച്ചാൽ മതി. കൈ പൊക്കാം. നോക്കിക്കോളെ എത്ര ആളുണ്ട് ഏകദേശം. നല്ലോണം തികച്ചു പൊക്കാത്ത എന്തുകൊണ്ടാന്ന് നിങ്ങള് മരിക്കാൻ ഇഷ്ടമല്ല. എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വെക്കാൽ ഉറപ്പായിട്ടുണ്ട് ഏകദേശം ഒരു കുറഞ്ഞ ആളുകൾ ഒരു 10% ആളുണ്ടാവും അല്ലേ ഏകദേശം. ആയിക്കോട്ടെ, കാര്യത്തിക്കോളൂ. കുറച്ച് കാലം കടന്നു മരിക്കാൻ പോകല്ലേ? കള്ളന്മാരുണ്ടോ ഞാൻ നോക്കും ഇതിനിടയില്. ശരി, കുറെ കാലം കിടന്ന് മരിക്കാൻ. ഇതില് തീരെ മരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് കൂടുതലും. കുറെ ആൾ അങ്ങനെ ഉണ്ട്. കുറച്ച് കാലം കിടന്ന് മരിക്കാൻ ഒരു 10-30% ആൾക്കാർ കുറഞ്ഞ കാലം കിടന്ന് മരിക്കാണ്ട് ഒരു 40-50 ഒരു 50% ആളുകൾ അനങ്ങിയിട്ടില്ല. ഇപ്പൊ കാര്യം മനസ്സിലായി. ഏതായാലും കുറെ കാലമില്ലാത്ത കാലമായിരുന്നു ഇവിടെ ഉണ്ടാവേണ്ട. ഏതായാലും ഒരു കാലം കഴിയുമ്പോൾ കടന്നു പോകും. ഇത് പ്രശ്നമല്ല. ഇങ്ങനെ നമ്മൾ തീരുമാനിക്കാൻ, അതായത് പെട്ടെന്ന് വീണ് മരിക്കാൻ തീരുമാനിച്ച ഒരാളാരെങ്കിലും അയാളുടെ ആ തീരുമാനം എടുക്കാനുള്ള കാരണം പറയോ? ആരാ അതിൽ പെട്ടെന്ന് മരിക്കാൻ തീരുമാനിച്ച ഒരാള്? ആരാ? ഒരാള് ഞാൻ പെട്ടെന്ന് മരിക്കാൻ തീരുമാനിച്ചത്, എന്നെ നോക്കുവാൻ ആരും ഉണ്ടാവുമല്ല. ഇപ്പം ഇനിയത്തെ ജനറേഷൻ അങ്ങനെയാണ്. മക്കൾക്കൊന്നും നേരെയില്ല. പിന്നെ ഒരു ആയനെ വെച്ച് തരാമെന്ന് പറയുന്നുണ്ട് ഇപ്പം തന്നെ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ആയൊന്നും വേണ്ട. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മരിക്കുവാൻ തന്നെയാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് മരിക്കാൻ തീരുമാനിച്ച കാരണം നോക്കാൻ ആരും ഉണ്ടാവില്ല. വേറൊരു ഭാഷയുണ്ട്, ആരെയും ബുദ്ധിമുട്ടിക്കണ്ടാവുന്നില്ലേ? ആരെ ബുദ്ധിമുട്ടാൻ ആരുണ്ടാവോ? പ്രയാസമാണെന്ന് ഇന്നത്തെ സമകാലീന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് കുറഞ്ഞ ആളുകളെ തീരുമാനമെടുത്തത്. കുറച്ച് കാലം കടന്ന് നിൽക്കാൻ തീരുമാനിച്ച ഒരാള് അതായത് കുറച്ച് കടന്ന് മരിക്കാൻ തീരുമാനിച്ച എന്താ കാര്യം വെച്ചാൽ, എൻ്റെ വീട്ടിൽ എല്ലാ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. അപ്പം ഞാൻ അഥവാ പെട്ടങ്ങനെ മരിച്ച് ഇവർക്ക് കൊന്നാൽ കിട്ടൂല. എന്താ ഇപ്പം നീതിയായാലും എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ കുട്ടികളെ എക്സാം മുതൽ പിന്നെ എൻ്റെ അനിയന്മാർ ആധാരം മുതൽ അവർക്ക് പോലും അറിയില്ല. അപ്പോൾ അഥവാ കുറച്ച് കാലം കടന്ന് എനിക്ക് പറയാം, മോനെ ഇന്ത്യ ഇന്നുണ്ട് ഉമ്മ മറ്റേ ഒരു കുറച്ച്. പിന്നെ ഞാൻ കുറേ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു കുറച്ച് സമയം എനിക്ക് വേണം. ഞാൻ പെട്ടെന്ന് അഥവാ മരിച്ചു ഇവർ മൊത്തം കൺഫ്യൂഷനാണ്. ഇതൊരു വളരെ സത്യമാണ്. അരയിലെ താക്കോലെടുത്തിട്ട് മക്കളാരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും. അല്ലെ അക്കൗണ്ടിലെ പൈസ ആർക്കാണോ കൊടുക്കേണ്ടതെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാനുള്ളൊരു സമയം വേണമെന്നുള്ളതാണ് വിഷയം. തീരെ മരിക്കണ്ടെന്ന് തീരുമാനിച്ചല്ലോ, അത് കൂട്ടത്തിലുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വേണ്ട. എന്തായാലും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. നമ്മുടെ വിഷയം അതല്ല. ഞാൻ ഈ ഒരു കണക്ക് ചോദിച്ചതിൽ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മെഡിക്കൽ കോളേജിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു പഠനം. ആ പഠനത്തിൽ കണ്ടെത്തിയൊരു വിഷയം, ആകെ മരിക്കുന്ന മനുഷ്യന്മാരുടെ 10% ആളുകൾ മാത്രമേ പെട്ടെന്ന് വീട് മരിക്കാനുള്ള സാധ്യതയുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ആകെ മരിക്കുന്ന ആളുകളുടെ 10%, ഇവിടെ 50 ആളുണ്ടെങ്കിൽ 5 പേരൊക്കെ അതിനുള്ള സാധ്യതയുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അല്ലാത്ത ആളുകൾ അങ്ങനെ മരിക്കണമെന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു വിഭാഗം കുറച്ച് കാലം കിടന്ന് മരിക്കാൻ ഉള്ള ഒരു സാധ്യത ഒരു 20%-ത്തിനേ ഉള്ളൂ. 20 മുതൽ 30 പേര്. 60%-ത്തിലേറെ പേര് ദീർഘകാലം കിടന്നു മരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പ്രധാനം. ഈ നാട്ടില് ഈ കാണുന്ന ആളുകളുടെ 60%-ത്തിലേറെ ആളുകൾ കുറേ കാലം കിടന്നു മരിക്കും. ചിലര് നരകിച്ച് മരിക്കും. അങ്ങനെ പറയേണ്ടി വരും. കാരണം എന്താ? ഫൈൻകെയറിലേക്ക് ഇതിന്റെ ആളായി നിന്ന് നമ്മൾ നരകിക്കുന്നതിന് മുമ്പ് ഇതിന്റെ പരിശീലനം നേടി നമ്മളെ നാട്ടിലെ രോഗികളുടെ അടുത്തെത്താൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഈ നാട്ടില് കിടന്നുപോയ മനുഷ്യർ നരകിച്ച് മരിക്കും. നിങ്ങൾ ഒരു സംശയം വേണ്ട, നരകിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ICU കൊണ്ടുപോയ സുഖാന്ന്. ICUലാണ് ഏറ്റവും വലിയ നരകം. നാളെ പോയവരോട് ചോദിച്ചു അറിയാം. വെന്റിലേറ്ററിൽ ICUലാണ് ഏറ്റവും വലിയ നരകം. ഈ ICU സംവിധാനങ്ങൾ, ഇപ്പോൾ ആശുപത്രി സംവിധാനങ്ങൾ ICU വളർത്തിയെടുക്കുന്നത് ഡോക്ടർമാർക്ക് കോട്ട കൊടുത്തതാ. ആശുപത്രിയുടെ പേര് പറയണ്ട. അതുകൊണ്ടാണ് പാലിയേറ്റീവ് കെയർ സംവിധാനം, ICU സംവിധാനത്തിന് നമുക്കൊരു നിലപാടുണ്ട്.
നമ്മെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ചികിത്സയുടെ ഭാഗമായി ICUയിലിടാം. എൻ്റെ ഉമ്മക്ക് പ്രായമായി അവശതയുടെ പ്രായാധിക്യത്തിൻ്റെ അവശതയിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഉമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം എൻ്റെ തറവാട് വീട്ടിലെ ആ 2 നിലയുള്ള ഓടുമേന വീട്ടിലെ ആ 1-ാം നിലയിലെ ആ കട്ടിലുണ്ടല്ലോ, ആ കട്ടിലിൻ്റെ മുകളിൽ കിടന്ന് മരിക്കലാമ്മയുടെ ആഗ്രഹം. ആ കിടക്കുന്നിടത്ത് ഉമ്മയുടെ പ്രിയപ്പെട്ട മക്കൾ കൂടെ നിൽക്കലാണ് ഉമ്മയുടെ പ്രിയപ്പെട്ട ആഗ്രഹം. ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കലാണ് ഉമ്മക്ക് ക്വാളിറ്റി ഓഫ് ഡെത്ത് അല്ലെങ്കിൽ അന്തസ്സുറ്റ മരണം സാധ്യമാകുന്നതിന് ഉമ്മക്കുള്ള അവസരം ഒരുക്കി കൊടുക്കല്. ഉമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാ? ഉമ്മന്റെ മക്കളാ. ആ മക്കള് കൂടെ നിൽക്കുന്നിടത്ത് അവരെ ഒപ്പം നിന്ന് അവസാന സമയത്ത് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇരുന്ന് ചൊല്ലിക്കൊടുത്ത് കൂടെ നിന്ന് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ എൻ്റെ മക്കളടുത്തുണ്ടല്ലോ എന്ന സമാധാനത്തോടു കൂടി, അല്ലെങ്കിൽ എൻ്റെ വയ്യാത്ത മോനെ നോക്കാൻ ബാക്കിയുള്ള മക്കളുണ്ടല്ലോ, കുടുംബമുണ്ടല്ലോ എന്ന സമാധാനത്തോടു കൂടി ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള ഒരു സാഹചര്യം ഈ നാട്ടുകാർക്കുണ്ടാക്കി കൊടുക്കുന്ന പണിയുടെ പേരാണ് പാലിയേറ്റീവ് കെയർ. പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലേ? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഈ കിടന്നുപോയ മനുഷ്യനടുത്ത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെത്തണം. ഒരു മനുഷ്യന്റെ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് അവൻ്റെ വീട്ടിലാണ്. എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തറവാട് വീട്ടിൽ കിടക്കുന്ന ഒരു ഉമ്മയുണ്ട്, 86 വയസ്സ് കഴിഞ്ഞു. ആ ഉമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ഞങ്ങൾ 7 മക്കളും ഉണ്ടാവുമ്പോഴാണ് ഉമ്മ അവിടെ സ്വാസ്ഥ്യത്തോട് കൂടിയിരിക്കുക. ഇന്നലെ തലകറക്കമുണ്ടെന്ന് ഇന്ന് രാവിലെ പറഞ്ഞപ്പോൾ പാലിയേറ്റീവ് കെയറിലെ നഴ്സുമാരെയും ടീമിനെയും കൊണ്ടുവന്ന് ആ സംവിധാനത്തിൽ വന്ന് ഉമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ബിപിയും ഷുഗറും ഒക്കെ നോക്കി തലകറക്കത്തിനുള്ള ഗുളിക ഡോക്ടറെ വിളിച്ച് അന്വേഷിച്ച് അവിടെ കൊടുത്ത് സിസ്റ്റർ കൊടുത്ത് ഞങ്ങളടുത്ത് കൈതാങ്ങിപ്പിടിച്ച് ഉമ്മയെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ ഉമ്മ ആഗ്രഹിക്കുന്നൊരു സുഖമുണ്ട്. ആ സുഖം ഉമ്മയ്ക്ക് അവസാന സമയം വരെ ഞാൻ വീണുപോയാൽ എൻ്റെ മക്കളുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷ ഉമ്മയെ ഓരോ നാളുകളും എത്ര വേദനകൾ ശരീരത്തിൽ രോഗം കൊണ്ടുണ്ടെങ്കിൽ പോലും മനസ്സിനേൽക്കുന്ന ഏറ്റവും വലിയ സമാധാനത്തോടു കൂടി ഉമ്മയുടെ നാളുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആ മക്കൾ കാരണമാകുന്നുവെങ്കിൽ അതാണ് പാലിയേറ്റീവ് കെയർ. ഏതെങ്കിലും ആളുകളെ താമസിപ്പിക്കുന്ന അഗതി മന്ദിരങ്ങളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരാൽ തള്ളിമാറ്റപ്പെടുന്ന ആളുകളാവരുത് പാലിയേറ്റീവ് കെയറിൽ എന്ന് സൂചിപ്പിക്കുകയാണ്. ആളുകൾക്ക് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ പോവും, സൗകര്യത്തിനനുസരിച്ച് ആൾക്കാർക്ക് തിരക്കുള്ളവർക്ക് എഴുന്നേറ്റ് പോവാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ പരമാവധി നിന്നാൽ സംഗതി കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഇത്ര പറയാണ്. വളരെ അത്യാവശ്യമുള്ളവർക്ക് പോകാം. മനുഷ്യന്റെ കാര്യമാണ്, ഇത്രയും നേരം ആളുകളെ പിടിച്ചിർത്താൻ കഴിയില്ല. ശരി, ഞാൻ വിഷയത്തിലേക്ക് ഇപ്പോഴും വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഈ സംവിധാനത്തിന്റെ കാര്യവും ഈ സംവിധാനത്തിന് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് ഞാൻ പറഞ്ഞു. ഈ സംവിധാനത്തിന്റെ പ്രസക്തി ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇന്നത്തെ സ്ഥിതി എന്താ? മക്കള് വീടുകളിലെ കുടുംബാംഗങ്ങൾ ഒറ്റപ്പെട്ടു പോവാണ്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു പോവാണ്. അത് കാരണം എന്താ? അണുകുടുംബങ്ങളായി. മക്കളാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക്, പണ്ട് ഗൾഫിൽ പോയാൽ ഒരു നാള് കഴിഞ്ഞാൽ തിരിച്ചു വരും. ഇപ്പോൾ സ്വീഡനിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ ലണ്ടനിലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പഠനവുമായി ബന്ധപ്പെട്ട് പോയാൽ അവരവിടെ പൗരത്വം നേടും, അവിടെ അവരുടെ പങ്കാളിയെ അവിടെ കണ്ടെത്തും. തെക്കൻ കേരളത്തിലായിരുന്നു ഇത് സ്വാഭാവികമായി കഴിഞ്ഞ കാലത്ത് കണ്ടെത്തിയെങ്കിൽ ഇന്ന് വടക്കൻ കേരളത്തിലും അത് വന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഇത്തരം അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇനി ആളുകൾ ആയുസ് കൂടി എന്നാണ് പറയുന്നത്. എങ്ങനെ ആയുസ് കൂടി? പണ്ട് പ്രായമുള്ള ആളുകൾക്കുണ്ടായിരുന്ന അവരുടെ ആരോഗ്യസ്ഥിതി രോഗമില്ലാതെ ഒരു 19 വയസ്സ് വരെയെങ്കിലും കാര്യമായ പ്രഷറും ഷുഗറും ഒന്നും ഇല്ലാതെ പഴയ തലമുറയിലെ കാരണന്മാർ പറഞ്ഞു തരും. ഒരു 50 വയസ്സ് വരെയൊക്കെ ബലം ആരായിരുന്നു? ഇപ്പോഴോ? ഇപ്പം 30 കാരണം 25 കാരണം പ്രമേഹവും പ്രഷറും എല്ലാ അസുഖമുണ്ട്. ചെറിയ കാലത്ത് രോഗം പിടിവിടുകയാണ്. ഇപ്പോൾ ആയുർദൈർഘ്യം കൂടിയത് രോഗിയായിക്കൊണ്ട് ദീർഘനാൾ കൂടുന്ന അവസ്ഥയിലാണ് മനുഷ്യന് ആയുർദൈർഘ്യം കൂടിയത്. കുറേ കാലം ജീവിക്കും. പുരുഷന്മാർ ഏകദേശം 74.5 വയസ്സാണ് ആയുർദൈർഘ്യം. സ്ത്രീകളുടെ 78 വയസ്സാണ്. അതിലപ്പുറം ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു മനുഷ്യന്മാർ കുറേ കാലം ജീവിക്കുന്നു എന്നല്ലാതെ ആ ജീവിക്കുന്ന കാലമൊക്കെ മരുന്നും ഇതുപോലുള്ള സംവിധാനങ്ങളും ഒരുക്കിയാണ് ആളുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലാണ് നമ്മൾ പറയുന്നത് പാലിയേറ്റീവ് കെയർ എന്നൊരു പ്രസ്ഥാനം, ഒരു സംവിധാനം ഒരു നാട്ടിൽ വളരെ പ്രസക്തമാണ്.
ഈ സംവിധാനം എന്ന് പറയുന്നത് ഈ ഒരു നഴ്സും ഒരു ടീമും ഒരു ഡ്രൈവറും വീട്ടിൽ പോയി മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്ത് ട്യൂബ് മാറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പോരുമ്പോൾ ആ കടന്നുപോയ മനുഷ്യനും അയാൾക്കും അയാളുടെ മക്കൾക്കും കുടുംബത്തിനും 3/4 പങ്ക് പ്രശ്നങ്ങളും ആ വീടുകളിൽ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നിന്ന് ഓങ്കേറിൻ്റെ വണ്ടി വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യന് പറയാൻ ഒരുപാടുണ്ട്, ചെയ്തു കൊടുക്കാൻ ഒരുപാടുണ്ട്, കേൾക്കാൻ ആരുമില്ല. അപ്പോൾ അത് കേട്ടുകൊടുക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ, ആ കിടന്നുപോയ മനുഷ്യന് ചുറ്റുവട്ടങ്ങളിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് എന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുക്കുന്ന ഒരു പറ്റം ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്ന പണിയാണ് ഈ നാട്ടിൽ നമ്മൾ ഓരോരുത്തരും അനിവാര്യമായി ചെയ്യേണ്ടത്, വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാന വിഷയമെന്ന് പറയുന്നത് 20% കിടന്നുപോയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ നഴ്സും ടീമും പോയി ചെയ്തു കൊടുക്കുമ്പോൾ 80% പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ആ കിടന്നുപോയ മനുഷ്യന് ചുറ്റും ഒരു കൂട്ടം ആളുകളെ രൂപപ്പെടണം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ആ ആളുകൾ ആരാവാം? കുടുംബക്കാരാവാം, അയൽക്കാരാവാം, ചുറ്റുവട്ടത്തുള്ള മനുഷ്യരാവാം. അങ്ങനെ ആ കടന്നുപോയ മനുഷ്യന്റെ പ്രയാസങ്ങൾ ഇന്നതൊക്കെ ഉണ്ട്. കണ്ടാൽ എന്താ, ഈ ചേച്ചിനെ കണ്ടാൽ ഒരു കുഴപ്പമില്ല, താത്തമാരെ കണ്ടാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ചേച്ചിയായാലും നിങ്ങളുമായി ഞാൻ കുറച്ച് നേരം നേരിട്ട് വളരെ നല്ല സൗഹൃദം സ്ഥാപിച്ചാൽ ഈ ചേച്ചിക്ക് പറയാൻ ഒരുപാടുണ്ട്. എനിക്കുണ്ട്. എന്നോട് ആരെങ്കിലും ഒന്ന് സൗഹൃദം വായിച്ചാൽ എന്താ ഒരുപാട് പറഞ്ഞിറക്കി വെക്കാണ്ട്. എല്ലാം കഴിയുമ്പോൾ പറയല്ലേ, ഹാവു വല്ലാത്തൊരു എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കണ്ടില്ല ചില മനുഷ്യന്മാർ, ചില ആളുകൾ സംസാരിക്കുമ്പോൾ അടുത്ത കുത്തിരിന് എന്തൊക്കെയാണ് താത്തയെ വേറെന്നൊക്കെ ചോദിച്ച് കുറേ കഴിഞ്ഞിട്ട് താത്ത എല്ലാം പറഞ്ഞിട്ട് പറയും. എല്ലാം സംസാരിച്ചിട്ടുണ്ട് ഒരു ദീർഘശ്വാസം കൂടെ വിടും. ഹാവു വല്ലാത്തൊരു സമാധാനം മോനെ. പോക്കറ്റിലെ പൈസ എന്തോ കൊടുത്തു, നമ്മൾ ഒന്നും കൊടുത്തില്ല. വല്ലാത്തൊരു മനസ്സമാധാനമാണ് ഉണ്ടാവില്ലേ? ഇങ്ങനെ ഇറക്കി വെക്കാൻ വെമ്പൽ കൊള്ളുന്ന എത്ര ലോഡുണ്ട് നിങ്ങളതിൻ്റെയും തലയിൽ ഉണ്ടോ? അല്ലേ? ഇല്ലേ? ഒന്നുമില്ല, ഉണ്ടാവില്ലേ? ഒരു സംശയം വേണ്ട, എല്ലാവർക്കും ഉണ്ടാവും. ഓരോരുത്തർ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ആരോടും പറയാൻ പോലും പറ്റാത്ത തൻ്റെ കുടുംബങ്ങൾക്കുള്ളിലെ സ്വകാര്യതകൾ ഒരുപാടുണ്ട്. ഈ ഭാരം ഇറക്കി വെക്കാൻ, അത് ആരുടെ ഭാരം ഇറക്കി വെക്കാനാണ്? എൻ്റെയും നിങ്ങളെപ്പോലുള്ള ആളല്ല. കട്ടിലിൻ്റെ മുകളിൽ നിന്ന് കണ്ണിലെ പീള നീക്കാൻ പോലും ഒരു സഹായം ആവശ്യമുള്ള വിധത്തിൽ കടന്നുപോയ മനുഷ്യന്റെ കണ്ണിലെ പീള നീക്കാനെങ്കിലും ആരെങ്കിലും ഒരു വേണ്ടിടത്തേക്ക് ആയിപ്പോയ മനുഷ്യൻ, ആരും കാണാതെ അടച്ചു വെച്ചിരുന്ന തൻ്റെ സ്വകാര്യ ലോകം, തൻ്റെ പ്രിയപ്പെട്ടവർ മാത്രം കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന സ്വകാര്യതകൾ പോലും തുറന്നു വെച്ച മനുഷ്യനടുത്തേക്ക് മൂത്രത്തിൻ്റെ ട്യൂബ് മാറ്റാൻ പോയി. അത് മാറ്റി തിരികെ പോകുമ്പോൾ ആ കിടന്ന് മനുഷ്യൻ തിരികെ പോകുന്ന വളണ്ടിയറെ കൈകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, മോനെ എത്ര കാലം ഞാനിത് തുറന്നു വെച്ച് കൊടുക്കാം. അയാളെ മനസ്സിലുള്ള വല്ലാത്തൊരു ഏതോ എവിടുന്നോ വന്നൊരു നേഴ്സിന് മുമ്പിൽ ഈ സ്വകാര്യതകൾ തുറന്നു വെച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത് വല്ലാത്തൊരു ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രധാന ഭാഗങ്ങളിലൂടെ മാത്രമേ കടന്നു പോകൂ. ഒരു ഹോം കെയർ ഒരു വീട്ടിൽ പോയി ഒരു ഹോം കെയറിൽ ഇടപെട്ട് ആ ഹോം കെയർ ടീം തിരിച്ചു പോരുമ്പോൾ ആ കൂട്ടത്തിൽ വന്ന ഒരാളോട് ആ കിടന്നുപോയ മനുഷ്യൻ ഈ ടീം തിരിച്ചു പോകുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആ തലയണ പൊക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഉറക്ക ഗുളികളുടെ കെട്ടുകൾ. എന്താ ബാക്കി? നിങ്ങൾ പൂരിപ്പിച്ചോളേ. എന്താ ചെയ്യുക? ഞാൻ ഈ ഗുളികകൾ ഒന്നിച്ചെടുത്ത് കടിച്ച് മരിച്ചു കളയുമായിരുന്നു. എന്ത് മാജിക് അവിടെ കാണിച്ചത്? ഒന്നുമില്ല. ഈ കിടന്നുപോയ മനുഷ്യനടുത്ത് ചെന്ന് ആ കിടന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അയാളുടെ ഒപ്പം നിന്ന്
അയാളുടെ വേദനയുണ്ടെങ്കിൽ അത് ശമിപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്ത് മരുന്ന് കൊടുത്ത് അയാളുടെ മുറിവൊക്കെ ഒന്ന് വെച്ച് കെട്ടി, ഒരുപക്ഷെ പുഴുവരിക്കുന്നുണ്ടെങ്കിൽ ആ പുഴുവിനൊക്കെ ഒന്ന് എടുത്തു മാറ്റി കൂടെ നിന്ന് കൊടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ചു പോകുമ്പോൾ എത്രയോ നാട്ടിലെ ആളുകൾ മൊബൈൽ ഫോണും 2 ചെവിയിൽ വള്ളിയും തിരികി വണ്ടിൻ്റെ മുകളിലും അല്ലാതെയും പാഞ്ഞ് നടക്കുമ്പോൾ ഇവരിതിന് നേരം കണ്ടല്ലോ എന്ന് സമാധാനിക്കാൻ ഒരുപാട് ആളുകൾ എവിടേക്കോ കിടക്കുന്നുണ്ട്. ആ മനുഷ്യന് കൊടുക്കുന്ന ഒരു കൂട്ടിൻ്റെ പേരാണ് പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണം എന്നുള്ള. ഇത് ചെയ്യാൻ വലിയൊരു ടീം വർക്കാണ് വേണ്ടത്. ഒരു കുന്നിൻ്റെ മുകളിൽ ഞാൻ ഒരു രോഗി, ഒരു ആളുകൾ ഈ സംവിധാനത്തിലേക്ക് ഇടപെടുമ്പോൾ കാണുന്ന ഒരുപാട് കാഴ്ചകൾ, കടന്നുപോയ രോഗികൾ കാണിക്കുന്ന ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ നാട്ടിലെ ഒരു വീട്ടിൽ, ആളെ പേര് ഞാൻ പറയില്ല, അത് പാലിയേറ്റീവ് കെയറിൽ പറയാൻ പാടില്ല, ഏത് വീട്ടിൽ ഏത് രോഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ബന്ധു എൻ്റെ നാട്ടിലുണ്ടെങ്കിൽ അയാളല്ലേ എന്ന് നിങ്ങൾ തിരിച്ചറിയും. രോഗിയെ തിരിച്ചറിയുന്ന വിധത്തിൽ രോഗിയെ ഒരു സദസ്സിൽ വെച്ച് പറയാൻ പാടില്ല. അതാണ് വിഷയം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യനെ തിരിച്ചറിയാതെ പറയുന്നു. LIC ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരുപാട് ജോലി ചെയ്ത് പെൻഷനായി ഇപ്പോൾ ഒരു ചാരു കസേരയിൽ മലർന്നു കിടന്ന് മൂക്കിലൂടെയുള്ള റൈൽസ് ട്യൂബിൽ മകളൊഴിച്ചു കൊടുക്കുന്ന വെള്ളം ആ ട്യൂബിലൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നതും കാത്ത് ആ വല്ലാത്തൊരവസ്ഥയിൽ മലർന്നു കിടക്കുന്ന രോഗിയുടെ അടുത്ത് കയറി ചെന്നപ്പോൾ അത് നല്ല 2 നിലയുള്ള ഒരു വീടുള്ള ഒരു സാമ്പത്തിക സെറ്റപ്പുള്ളൊരു വീടാ. ആ വീട്ടിലെ അവരുടെ മകള് പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ വിചാരിച്ചത് ഇത് പാവങ്ങളെ നോക്കുന്ന ഒരു ടീമാണെന്നാണ്. ഇവിടെ എത്ര ആൾക്ക് അങ്ങനെ വിചാരം ഉണ്ടാവില്ലേ? ഫൈൻ കെയർ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയ? പാവങ്ങൾ നോക്കാൻ കുറച്ചാളെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലെ ആളുകൾ, അവർക്ക് പൊതുവിൽ സമൂഹത്തിൽ കാണുന്നൊരു വിഷയം, ജീവിതത്തിൽ ഒരുപാട് സുഖലോലുപതയിൽ ജീവിച്ചവരായിരിക്കും മിക്കവാറും അത്തരം ആളുകൾ. ഇത്തരം ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വലിയ പ്രശ്നമാണ്. നാട്ടിലെല്ലാമാണ്, എന്നോട് ചോദിച്ചിട്ട് എല്ലാ കാര്യവും കുടുംബത്തിൽ നടക്കും, നാട്ടിൽ നടക്കും, എല്ലാമാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസം, രോഗം കൊണ്ടുള്ള ഒരു പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ അവർ സൈഡാവും. പിന്നെ അവരെ ഇതുവരെ ഉണ്ടായിരുന്ന മക്കൾ പോലും മണ്ടാതെ കടന്ന മനുഷ്യ എന്ന് പറയുന്ന വിധത്തിലേക്ക് അവർ വീട്ടകങ്ങളിൽ അവഗണിക്കപ്പെടും, എത്ര സമ്പന്നനായാലും. അതുകൊണ്ടാണ് പാലിയേറ്റീവ് കെയറിൽ നമ്മൾ കാണുന്ന കാഴ്ചയിൽ സമ്പന്നരുടെ വീടുകളിലെ ആളുകൾ ഒരുപാട് പാലിയേറ്റീവ് കെയറിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. പാവങ്ങൾ അവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയോട് നേരിട്ടാണ് ജീവിക്കുന്നത്. കുറേയൊക്കെ പ്രയാസങ്ങളെ അവർക്ക് നേരിടാൻ കഴിഞ്ഞെന്ന് വരും. അത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഈ പറഞ്ഞ വീട്ടിലെ ഈ ആള്, കാരണവരുടെ വീട്ടിലെ മകള് 2 ദിവസം മുമ്പ് രാത്രിയിൽ കലശലായ പ്രശ്നം വന്നവർക്ക്, ആ പ്രശ്നം വന്ന സമയത്ത് അങ്ങാടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സൗകര്യം ഇല്ല എന്ന് പെൻഷൻ വാങ്ങുന്ന 2 നില കെട്ടിടമുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ സാമ്പത്തികമായുള്ള ആള് പോലും ചികിത്സിച്ച് തകർന്നു പോയിട്ടുണ്ട് സാമ്പത്തികമായിട്ട്. ആ വീട്ടുകാർ പറയുന്നൊരു സ്വകാര്യത, ഞങ്ങൾ മെനയാന്ന് വേദനയായിട്ട് ആശുപത്രി പോവാതിരുന്നത് പണമില്ലാഞ്ഞിട്ടാണ്. വീട്ടിൽ വയറ്റുന്ന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി സ്വകാര്യമായി പറഞ്ഞത് വല്ലതും കളിച്ചിട്ട് വേണ്ടെന്നാണ്. ഇങ്ങനെ പറയുമ്പോൾ അവിടെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നമ്മൾ ഈ കാണുന്ന മുഖമല്ല, ഓരോ മനുഷ്യൻ്റെയും അകത്തളങ്ങൾ. ഈ അകത്തളങ്ങളിൽ അവനവൻ്റെ പ്രയാസങ്ങളെ കൃത്യമായി ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഇടപെടാനുള്ള ഒരു പരിശീലനവും ഒരു ഉത്തരവാദിത്വവും ബോധപൂർവം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ നാട്ടുകാർ, അല്ലെ നമ്മൾ വീട്ടുകാർ. എൻ്റെ അപ്പനെയും ഇമ്മനെയും ഞാൻ നോക്കുന്നത്, ഉപ്പയും ഉമ്മയും, ഉപ്പ മരിച്ച ഉമ്മയുണ്ട്, ഉമ്മ കിടന്നു പോകുമ്പോൾ ഉമ്മയെ നോക്കുന്നത്, ഉമ്മയെ പരിചരിക്കുന്നത്
എൻ്റെ മക്കൾ കണ്ടിട്ട് നാളെ ആ മക്കൾ എന്നെ കാര്യങ്ങളിൽ ഇടപെടുന്നിടത്തേക്ക് വരും. 60കാരൻ 5 വയസ്സുകാരിയെ ബലാത്കാരം ചെയ്യുന്ന ലോകത്താണ് ഇന്ന് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ മക്കൾക്ക് എന്ത് മാതൃകയാണ് എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്? ഇവിടാണ് വിഷയം. അപ്പോൾ കൃത്യമായി ഒരു തലമുറയ്ക്ക് നമ്മെ കണ്ട് പഠിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക്, തന്നെ കണ്ട് ഈ സംവിധാനത്തിലേക്ക് വരാൻ, തൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, തൻ്റെ പ്രവർത്തനം കണ്ട് ഈ സംവിധാനത്തിലേക്ക് വരാൻ ഒരു പാലിയേറ്റീവ് കെയർ സിസ്റ്റത്തിൻ്റെ സംഘാടകരുണ്ടാവണം എന്നുള്ളടത്തേക്കാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, വീട്ടിൽ നമ്മൾ അങ്ങനെ ആവണം, കുടുംബത്തിൽ നമ്മൾ അങ്ങനെ ആവണം. നമ്മെ കണ്ട് നമ്മുടെ എടുത്തുചാട്ടം കണ്ടിട്ടല്ല, നമ്മുടെ പ്രവർത്തനം കണ്ട് നമ്മളെ മക്കളെ നേരാഴ വഴിയിലേക്ക് കൊണ്ടുവരണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. 90 വയസ്സുകാരനായ വല്യപ്പക്ക് 50കാരനായ മകൻ 10 വയസ്സുകാരനായ പേരക്കുട്ടിയെയും കൊണ്ട് ആ വല്യപ്പായുടെ കാലിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കാൻ തൊട്ട തറവാട്ട് വീട്ടിലേക്ക് പോയൊരു കഥയുണ്ട്. ആ കഥയിൽ ആ കുട്ടിയെയും കൈപിടിച്ച് 10 വയസ്സുകാരനെയും കൈപിടിച്ച് ഇയാൾ രാവിലെ എന്നും പോയി തറവാട്ടിൽ പോയി വല്യപ്പായുടെ കാലിലെ മരുന്നൊക്കെ വെച്ചിട്ട് തിരിച്ചു പോലും കുറച്ച് നാളുകൾ, കുട്ടികളാണല്ലോ, വേഗം അവർ കറക്റ്റ് ചെയ്യും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഉപ്പയോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ഉപ്പ വരേണ്ടതില്ല, ഇനി ഞാൻ വല്യപ്പായുടെ കാലിൽ മരുന്ന് ചുറ്റിക്കൊടുക്കും. ഇതാണ് മാതൃക. കുട്ടികളെ ഈ രീതിയിൽ കൈപിടിച്ചുയർത്താൻ, അല്ലെങ്കിൽ കൈപിടിച്ച് കൂടെ കൂട്ടി കൊണ്ടുപോവാൻ, ആ കുട്ടികൾക്കൊരു മാതൃകയായി നിലനിന്ന് കൊടുക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? ഇത് പാലിയേറ്റീവ് കെയറിന്റെ വിഷയം മാത്രമല്ല, എല്ലാ വിഷയത്തിലും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സാന്ത്വന പരിചരണം എന്ന് പറയുന്നത്, കിടന്നുപോയ മനുഷ്യന്റെ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല. ക്യാൻസർ രോഗിയായ ഒരു മനുഷ്യന് ആ ക്യാൻസർ കൊണ്ടുള്ള അയാളുടെ പ്രയാസങ്ങൾ ഈ ഫൈൻ കെയർ പോലുള്ള പാലിയേറ്റീവ് കെയർ സിസ്റ്റത്തിലെ നഴ്സുമാർ പോയി തിരിച്ചു പോരുമ്പോൾ അയാളുടെ നാവ് ചുണ്ടിങ്ങനെ ഇളകുന്നുണ്ട്, വേറെ എന്തോ പറയാൻ. നമുക്കിവിടെ നേരമില്ല, അടുത്ത വീട്ടിലേക്ക് പോകണം. ആ മനുഷ്യനെന്തോ പറയാനുണ്ട്. ആ പറയാനുള്ളതിന് നേരെ കാതോർത്ത് ചെവി പിടിച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് എൻ്റെ മകളുടെ മരുമകൻ, ഗർഭിണിയായി വീട്ടിൽ പ്രസവ ദിനം കാത്തു കഴിയുന്ന മകളുടെ പ്രസവ സംവിധാനത്തിന് വേണ്ടി മരുമകൻ കൊണ്ടുവന്ന പണമെടുത്താണ് കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ആ പണത്തിൽ ഒരു പങ്ക് പോയി. അടുത്ത ഏത് നിമിഷമാണ് ഇവൾക്ക് വേദന കിട്ടിയോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നറിയില്ല. ആ പണം എവിടെ നിന്ന് കണ്ടെത്തും? അയാൾക്ക് എത്ര മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്താലാണ് അയാളുടെ വേദന തീരുക? അയാൾക്ക് കൊടുക്കേണ്ടത്, അയാൾക്ക് ആ ഫണ്ടിനുള്ള വകയാണ് അയാൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. വീട്ടകങ്ങളിൽ അടുത്ത മഴ വരുന്നതിന് മുമ്പ്, വേനൽക്കാലത്ത് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഴ ഇങ്ങനെ വരുന്നതിന് മുമ്പ് വീടൊന്നിച്ച് മേൽക്കൂര പ്ലാസ്റ്റിക് ദ്വാരം കടന്ന് വെള്ളത്തുള്ളികൾ വീട്ടകത്തേക്ക് വരുമ്പോൾ എന്തു ചെയ്യും? അടുപ്പ് പുകയാൻ വകയില്ലാതെ, ആരെയും അറിയിക്കാതെ മക്കൾ വിശന്ന് കരയുമ്പോൾ ഭക്ഷണത്തിനുള്ള വകയെവിടെ നിന്ന് കണ്ടെത്തും എന്നൊക്കെ ആലോചിച്ച് കഴിയുന്നവർ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു സംവിധാനമുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റാണ് എൻ്റെ നാട്ടിലുണ്ട്. ആ സംവിധാനത്തിലേക്ക് ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഒരു അമ്മയെ കിട്ടി, ഒരു സ്ത്രീയെ കിട്ടി. ആ സ്ത്രീക്കൊരു മകൻ മാത്രമേ ഉള്ളൂ. മകൻ 25 വയസ്സായ മകനായിരുന്നു. ആ മകൻ മനോനില തെറ്റിയ മകനായിരുന്നു. ഒരു ആ നാട്ടുകാർ കുറേ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു കുന്നിൻ മുകളിൽ ഒരു ഷെഡിൽ അവരിങ്ങനെ നോക്കി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ മകനുള്ളത് കൊണ്ട് കാര്യങ്ങളാരും കുറച്ച് കാലത്തേക്ക് ശ്രദ്ധിക്കാതെ പോയപ്പോൾ ഈ മകൻ, മനോനില തെറ്റിയ മകൻ, ഒരു ദിവസം കേൾക്കുന്നത് കോഴിക്കോട്ടെ റെയിൽപാളത്തിൽ 4 കഷ്ണമായി ചെതറിത്തെറിച്ചു പോയ മകനെക്കുറിച്ചാണ്. മകൻ പാളത്തിൽ തലവെച്ച് മരിച്ചു കഴിഞ്ഞു. ഈ അമ്മയെ വീട്ടിലേക്ക് ആളുകൾ കയറി ചെന്ന് നോക്കുമ്പോൾ ഈ അന്നനാളം പോലും അടഞ്ഞ അവസ്ഥയിൽ, ശരീരമൊക്കെ ഒന്നിച്ച് ചുക്കിച്ചുളിഞ്ഞ് 100% എല്ലും തോലുമായ ഈ ശരീരത്തിലെ കായലൂടെ ഭക്ഷണം പോലും അന്നനാളത്തിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങാത്ത അവസ്ഥയിൽ കിടന്ന അമ്മയെ ആ സംവിധാനത്തിലെ ആളുകൾ എടുത്തു കൊണ്ടുവന്ന് ഈ സംവിധാനത്തിൽ കൊണ്ടുവന്ന് ട്യൂബ് വഴി ഭക്ഷണം കൊടുത്തും സിറിഞ്ചിലൂടെ പ്രോട്ടീനുകൾ കുത്തിവെച്ചുമൊക്കെ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ അമ്മ ഒരു ഗ്ലാസ്സിൽ വെള്ളം വാങ്ങി
എടുത്തു കുടിച്ചു എന്നുള്ളതാണ് കഥ. ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങ് ഉഗാണ്ടയിലോ അങ്ങ് ആഫ്രിക്കയിലെ വേറെ ഏതോ സ്ഥലങ്ങളിലോ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലും പലപക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം. നമ്മൾ ഈ കാണുന്ന ഒരുപാട് സമ്പന്നതകൾക്ക് നടുവിലും ഇതുപോലെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആൾക്കൂട്ടങ്ങൾക്കുള്ളിൽ കിടന്നു പോയവരുണ്ട്. ഒരു വീട്ടിൽ മാളികപ്പുരയായുള്ള ഒരു വീട്ടിലേക്ക് ഒരു പ്രായമായ ഒരു ഉമ്മയെ കാണാൻ ചെന്നൊരു അനുഭവം ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീക്ക് ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് ആളുകൾ മക്കൾ നോക്കാനുണ്ട്, വീട്ടിൽ പരിചാരകരുണ്ട്. കോളിംഗ് ബെല്ലമർത്തിയാൽ ആ സ്ത്രീക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്, മക്കളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ ആഗ്രഹമെന്ന് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു നോക്ക് കാണലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, ഒരു കാരണവരുണ്ട്. അങ്ങനെയുള്ള കാരണവന്മാരുണ്ട് നമുക്ക് ചുറ്റും. അവർക്ക് പണമല്ല വിഷയം, തൻ്റെ പ്രിയപ്പെട്ടവരാരോ അവരെ കൂടെ നിൽക്കുന്നത് കാണാനാണ് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടപ്പെടുന്നിടത്തേക്ക് നാടുമാറണം. ഈ ഫൈൻ കെയറിൻ്റെ പരിസരത്തുള്ള ഈ നാട്ടിലെ ഓരോ കാരണവന്മാരും അല്ലെങ്കിൽ ഓരോ മനുഷ്യരും കിടന്നുപോയാൽ അവനവൻ ഏറ്റവും പ്രിയപ്പെട്ട ഇടമെന്ന് പറയുന്നത് അവനവൻ്റെ വീട്ടകങ്ങളാണ്. ആ വീട്ടകങ്ങളിൽ കിടന്നു മരിക്കണമെങ്കിൽ അയാളുടെ അവസാന സമയത്ത് മരണമാണ് അവർക്ക് മുമ്പിലെങ്കിൽ അന്തസ്സോടെ മരിക്കാൻ. മരിപ്പിക്കുന്ന പരിപാടിയല്ല പാലിയേറ്റീവ് കെയറിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവങ്ങളെ നോക്കുന്ന പരിപാടി മാത്രമല്ല പാലിയേറ്റീവ് കെയർ. വേദന കൊണ്ട് ദുരിതമനുഭവിക്കുന്ന സകലമാന മനുഷ്യരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അവരുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടി ഇടപെട്ട് പരമാവധി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത ഗുണനിലവാരം ഉയർത്തിയെടുക്കാനുള്ള സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ. അതോടൊപ്പം മരണമാണ് മുമ്പിലെങ്കിൽ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നിടത്തേക്ക് പാലിയേറ്റീവ് കെയർ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്, പരിശീലനമുണ്ട്. ഈ സംവിധാനത്തിൽ മരണസമയത്ത് വായെന്ന് വരുന്ന ഈ നുരയും പതയും അതെടുത്തു മാറ്റി അവരുടെ അടുത്തിരുന്ന് അവനവൻ്റെ മതം പറയുന്നതിനനുസരിച്ച ചടങ്ങുകളുണ്ടെങ്കിൽ, കർമ്മങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അവരോട് ചേർന്ന് നിന്ന് കൊടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസം, ഒരു അറിവ് ഈ പാലിയേറ്റീവ് കെയർ സംവിധാനം പകർന്നു തരുന്നുണ്ട്. എന്നെ കൊന്നു തരൂ എന്ന് പറയുന്ന അവസ്ഥയിൽ വേദന കൊണ്ട് ഞെരിപിരി കൊള്ളുന്ന മനുഷ്യനടുത്ത് പോയിരുന്ന് അയാൾ പറയുന്നത് കേട്ടുകൊടുക്കാനും അയാളോട് കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും മുഖഭാവം കൊണ്ടും അയാളോട് സംവദിക്കാനും കഴിയുന്ന രീതിയിൽ എങ്ങനെ ആശയവിനിമയം നടത്താമെന്ന് പാലിയേറ്റീവ് കെയറിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലമുടി മുതൽ കാൽപാദം വരെയുള്ള ഒരു മനുഷ്യന്റെ പരിചരണം എങ്ങനെയായിരിക്കണമെന്ന് പാലിയേറ്റീവ് കെയറിൽ പഠിക്കാനുണ്ട്. ഇത് പഠിച്ചാൽ നട്ടപ്പാതിരക്ക് താനും തൻ്റെ കൂടപ്പിറപ്പും ഒറ്റയ്ക്കാവുമ്പോൾ ആ കൂടപ്പിറപ്പ് കിടന്ന് അവിടെ കിടന്നൊരു പക്ഷേ മരണപ്പെട്ടു പോയാൽ മൂത്രത്തിൻ്റെ ട്യൂബ് എടുത്തു മാറ്റാൻ, റൈസ് ട്യൂബ് എടുത്തു മാറ്റാൻ, വീട്ടിൽ മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ, അവരുടെ വ്രണങ്ങളിൽ മരുന്ന് വെച്ചൊട്ടി കൊടുക്കാൻ, വേദന അറിയാതെ അവരുടെ ബെഡ്ഷീറ്റ് നീക്കാൻ, കണ്ണിലെ പീള മാറ്റിക്കൊടുക്കാൻ, എല്ലാറ്റിനും കൃത്യമായ പരിശീലനം ആവശ്യമുണ്ടെന്നൊരു തിരിച്ചറിവ് നമുക്ക് വരും. ഇതൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പാലിയേറ്റീവ് കെയറിലെ സംവിധാനങ്ങളുണ്ട്. ഇത് പഠിച്ചെടുത്താൽ ഇത് കിട്ടുന്ന ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത് അവനവൻ്റെ വീട്ടിലാണ്. ഇത് എൻ്റെ സ്വാർത്ഥതയാണ് ഞാൻ ഈ കസേരയിൽ വന്നിരിക്കുന്നത്. ഈ ഫൈൻ കെയറിൻ്റെ കട്ടിൽ ഈ കസേരയിൽ ഇവിടെ വന്ന് ഞാൻ ഇരിക്കുന്നത് ഇതെൻ്റെ ഒരു സ്വാർത്ഥതയാണ്. ഇത് നിങ്ങൾ വിട്ടേച്ച് പോകരുത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്, ഇത് വിട്ടുപോയാൽ നാളെ നമ്മൾ കിടന്ന് കൊട്ടാര സമാനമായ വീട് മക്കൾ പണിത് തന്നിട്ട് കാര്യമില്ല, ഒരുപാട് സമ്പത്ത് നമ്മൾ സംഭരിച്ചു വെച്ചിട്ട് കാര്യമില്ല. അവിടെ കിടന്ന് ഈ സമ്പത്തിൻ്റെ കൂരകൾക്ക് മുകളിൽ വേദന കൊണ്ടും മനോവേദന കൊണ്ടും പ്രയാസപ്പെട്ട് നമ്മൾ അവിടെ കിടന്ന് മരിക്കേണ്ടി വരും. ഇത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ കാര്യത്തിൽ കൃത്യമായ ധാരണയോടുകൂടി ഇടപെടുന്ന ഒരു ചുറ്റുവട്ടത്തെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ആ ചുറ്റുവട്ടത്തിൽ നമ്മുടെ കുടുംബം വേണം, നമ്മുടെ മക്കൾ വേണം, നമ്മുടെ അയൽക്കാർ വേണം, നമ്മുടെ ചുറ്റുവട്ടങ്ങൾ ആളുകൾ വേണം. പ്രായമേറെയുള്ള ആളുകളുണ്ട് ഈ സദസ്സിൽ. എൻ്റെ പ്രിയപ്പെട്ട കാരണന്മാരോട് എനിക്ക് പറയാനുള്ള വിഷയം, നിങ്ങളുടെ മക്കളെ ഈ കാര്യത്തിൽ കൈപിടിച്ച് കൂടെ കൊണ്ടുവരണം. കാരണം മക്കൾക്ക് ഒരു പക്ഷേ പണത്തിൻ്റെ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് കോഴിക്കോട് ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടർ മുഹമ്മദ് ഷാൻ, പലർക്കും അറിയാം. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട ഡോക്ടറാണ്. ആ ഡോക്ടർ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അദ്ദേഹം കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ICUവിൻ്റെ അകത്ത് കയറി
ഒരു പ്രായമായ ഒരു സ്ത്രീയെ അവരെ കാണാൻ ചെന്നു. വീട്ടുകാർ പ്രായാധിക്യം കൊണ്ട് പ്രായം കൂടിയപ്പോൾ എല്ലാ സൗകര്യവുമുള്ള ഏറ്റവും ആധുനിക ആശുപത്രി കൊണ്ടുപോയി വിട്ടതാ. ആ മനുഷ്യനെ 16 വാതിലുകൾ തള്ളി തുറന്ന് 32 വള്ളികൾ ഘടിപ്പിച്ച് ഈ സ്ത്രീ ഒരു കട്ടിലിന് മുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ മനുഷ്യനോട് ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കൊരുപാട് മക്കളുണ്ടായിപ്പോയി മോനെ, ആ മക്കൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായിപ്പോയി മോനെ, അതുകൊണ്ട് ഞാൻ ഈ ഗതികേടിൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് മോനെ. ഇത് മരിച്ചിട്ട് ഒരു പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമായിരിക്കും ആ മക്കൾക്ക് കിട്ടുക. എന്തൊക്കെ ഒരു മനുഷ്യൻ മരണാസന്നനായി കിടക്കുമ്പോൾ എന്തൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട്. എൻ്റെ വാപ്പാടെ പെങ്ങൾ മരിച്ച പോലെ, എൻ്റെ കുടുംബത്തിലൊരു സ്ത്രീ മരിച്ച പോലെ എന്ന് പറയാം. ആ സ്ത്രീ മരിച്ച പോലെ മരണത്തിന് കൊതിക്കണം നമ്മൾ. അവരെന്നാ മരിച്ചു നിറങ്ങൾ അവരുടെ മകൻ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ വളണ്ടർ ആയതുകൊണ്ട് തന്നെ, ആ മക്കളും കുടുംബവും ഇതുമായി അറിയപ്പെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ ആ സ്ത്രീ പറഞ്ഞിരുന്നു, എൻ്റെ അവസാനം ക്യാൻസർ ആയിരുന്നവർക്ക് ലെൻസിൽ, എൻ്റെ അവസാനം എൻ്റെ വീട്ടിൽ ഈ കട്ടിലമുള്ളാവണം, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഒക്കെ എനിക്ക് ചുറ്റും ഉണ്ടാവണം. പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം വൈകുന്നേരം 5 മണിക്ക് മരണത്തിൻ്റെ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന വേദനയും പ്രയാസങ്ങളും തുടങ്ങി. വായിൽ നിന്ന് നിറയും പതയും വന്നു. ഒരു ഭയങ്കര അസ്വസ്ഥതകളും ശബ്ദവും ഞരക്കവും ഒക്കെ വന്നു. മക്കൾക്കറിയാമായിരുന്നു എങ്ങനെ പരിചരിക്കണമെന്ന്, കുടുംബക്കാർക്കറിയാമായിരുന്നു. എല്ലാ ബന്ധുക്കളും ചുറ്റും കൂടി നിന്ന് ഈ സലൈവയൊക്കെ തുണിയൊക്കെ എടുത്ത് ഇവരുടെ അടുത്ത് നിന്ന് അവസാന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്ത് കൂടെ നിന്നുകൊടുത്ത് അവരങ്ങനെ രാത്രി 9 മണി സമയമാകുമ്പോൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അതായിരുന്നു അന്തസ്സുറ്റ മരണം. അന്തസ്സോടുകൂടി ആ സ്ത്രീ മരിച്ചുപോയി ഈ ലോകത്തുനിന്ന്. ആ സ്ത്രീ അങ്ങനെ മരിക്കാൻ കാരണം ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ ICU സംവിധാനത്തിനുള്ളിൽ മരിക്കുന്നതിന് പകരം ഇങ്ങനെ മരിക്കാൻ അവർക്ക് സാധ്യമായത് അവിടെ ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനം കൃത്യമായ ധാരണയോടെ പ്രവർത്തിക്കുന്ന, നല്ല അറിവും ധാരണയുമുള്ള ഒരു കൂട്ടം ആളുകൾ അവർക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ്. ചികിത്സയുടെ ഭാഗമായി നമുക്ക് ഇത്തരത്തിലൊക്കെ ചെയ്യാം. ഒന്നും ചെയ്യാനില്ലാത്തൊരു രോഗിക്ക് അവനവൻ്റെ ഇടങ്ങളിൽ കടന്നുപോയിടത്ത് അവനക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കാനാണ് പാലിയേറ്റീവ് കെയർ സംവിധാനം ഒരുക്കേണ്ടത്. കടന്നുപോയ മനുഷ്യൻ്റെ ഈ രീതിയിൽ ദുരന്ത സമാനമായ ഒരു അപകടം ഉണ്ടായ ഒരൊറ്റ കഥയും കൂടി ഞാൻ സൂചിപ്പിക്കാം. 5 മക്കളുള്ള ഒരു കുടുംബനാഥൻ, 5 മക്കള്, ആ 5 മക്കളുള്ള കുടുംബനാഥൻ അയാള് മരണപ്പെട്ടു പോയൊരു കഥയുണ്ട്. ഒരു മരം വാങ്ങി വിൽക്കുന്ന മരക്കച്ചവടക്കാരനായ ഒരു മെലിഞ്ഞ ശരീരമുള്ളൊരു സഹോദരൻ, അയാളുടെ ഭാര്യയ്ക്ക് സ്ഥാനാർബുദം വന്ന് അവർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവരാണ് അയാൾ. 5 മക്കളിൽ 2 പേരെ കല്യാണം കഴിച്ച് കൊടുത്തയച്ചെങ്കിൽ ഒരു കുട്ടി വിവാഹ മോചനം നടത്തി തിരികെ വീട്ടിൽ വന്നു. ബാക്കി 2 പേരും ബാക്കി ഒരു കുട്ടി കല്യാണം കഴിഞ്ഞു പോയി. മറ്റൊരു കുട്ടിയുടെ കൂടി കല്യാണം കഴിഞ്ഞു. അങ്ങനെ 3-ൽ 2 പേര് വിവാഹം കഴിഞ്ഞ് തിരിച്ചു പോയെങ്കിൽ ഇളയ 2 കുട്ടികൾ വീട്ടിൽ ബാക്കിയായി. ഏറ്റവും ഇളയ കുട്ടിയുടെ പ്രായം 27 വയസ്സ്. 27ഉം 29ഉം വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ വീട്ടിലുണ്ട്. പൊളിഞ്ഞു വീഴാറായ ഒരു ഓടുമേന ഒറ്റ നിലയുള്ള ഒരു വീടുണ്ട്. മരുമക്കൾ വീട്ടിൽ വന്നാൽ ഈ വീട്ടിലെ പ്രായമായ ഈ കാരണവരുടെ സ്ഥാനം കിടപ്പ് അടുക്കളയിലാണ്. മക്കൾ വരാന്തയിൽ കിടക്കേണ്ട ഒരവസ്ഥയിലൊക്കെയുള്ള അത്രയ്ക്ക് പരിമിതമായ സൗകര്യമുള്ള ചെറിയൊരു കൂരയിൽ കഴിഞ്ഞുകൂടുന്ന ഈ കുടുംബനാഥന് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ ബാധ്യതയുണ്ട്. മക്കളുടെ വിവാഹവുമെല്ലാമായി കടബാധ്യതയുണ്ട്, ഭാര്യയുടെ അസുഖമുണ്ട്, മക്കളുടെ വിവാഹം കഴിക്കാനുള്ള പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം കൂടി മറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ചുറ്റുമുള്ള ഒരു കൂട്ടം പാലിയേറ്റീവ് കെയർ പ്രവർത്തകരും അല്ലാത്തവരുമായ ആളുകൾ ഒത്തുകൂടി തീരുമാനമെടുത്തു, ഇയാളുടെ കാര്യങ്ങളിൽ ഇടപെടണം. അങ്ങനെ ഇവർക്ക് വേണ്ടി ഒരു ചെറിയൊരു കൂര നിർമ്മിച്ചു കൊടുക്കണം. ആ അയൽവാസികളായ ആളുകൾ ചെറിയൊരു വീടിന് തറ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലൊരു വീട് പണിത് കൊടുക്കണം. നാട്ടുകാർ തീരുമാനിച്ചു. ഇയാളുടെ കടം തീർക്കണം, ഭാര്യയുടെ ചികിത്സക്കുള്ള സൗകര്യം വേണം, മക്കളുടെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. എല്ലാം തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗം തലവൻ ഡോക്ടർ അജയ്കുമാർ സാറിൻ്റെ അടുത്ത് ഇയാൾക്ക് തലവേദനയായിട്ട് പോകുന്നത്. അപ്പോൾ അജയ്കുമാർ സാറ് പരിശോധനകളും ചെക്കപ്പുകളും റിസൾട്ടും ഒക്കെ കഴിഞ്ഞ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മറുപടി, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇനിയും ചികിത്സ തുടർന്ന് പോവാം, ഇയാൾക്ക് ഇനി ചികിത്സയില്ല. തലയിലും ശ്വാസകോശത്തിലും നിറയെ ക്യാൻസർ ബാധിച്ച് അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അയാൾക്ക് അയാളെ നോക്കാൻ നേരം കിട്ടിയില്ല, തൻ്റെ പ്രിയപ്പെട്ടവളെ നോക്കാൻ വന്നു. ആ അവസ്ഥയിൽ ആ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നിർമ്മാണത്തിൽ
ഉള്ള വീടിൻ്റെ പണി നാട്ടിലെ സകലജാതി മനുഷ്യരും ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാവരും അവനവൻ്റെ പങ്ക് നിർവഹിച്ച് സടകുടൻ എഴുന്നേറ്റ് ഈ മനുഷ്യനെ ഒരു ദിവസമെങ്കിലും ഈ വീട്ടിൽ താമസിപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ ആ വീടിൻ്റെ പണി തുടങ്ങി. ആ കിടക്കുന്ന കട്ടിൽ നിന്ന് ആ ജനാലയുടെ പാതി തുറന്ന ജനലിലൂടെ നോക്കിയാൽ അപ്പുറത്തെ വീടിൻ്റെ ചുമരുകൾ ഇങ്ങനെ പടിയായി ഉയരുന്നത് കാണാം. അയാൾ അവിടെ കിടന്ന് നിർവൃതി കൊണ്ടു. എൻ്റെ ജീവിതത്തിൽ പോലും കഴിയാത്ത ഒരു കാര്യം, ഒരു സ്വപ്നമത എൻ്റെ മക്കൾക്ക് വേണ്ടി ഉയരുന്നത് അയാൾ നോക്കിക്കണ്ടു. അയാളെ പരിചരിക്കാൻ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് ആളുകൾ കടന്നു വന്നു. ആളുകൾ കൂട്ടം കൂടി നിന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേര സമയമായപ്പോൾ ഇയാൾക്ക് ആ കലശലായ ടെർമിനൽ സ്റ്റേജിലേക്കുള്ള കലശലായ വേദന വന്നു. ഒരു കട്ടിൽ ഒരു റൂമിൽ ഇയാളും തൊട്ടടുത്ത റൂമിൽ ഇയാളുടെ ഭാര്യയും കിടക്കുന്നു. ഈ രണ്ടുപേരെയും പാലിയേറ്റീവ് കെയറിൻ്റെ 2 വാഹനങ്ങൾ വന്ന് ആംബുലൻസിൽ കയറ്റി കോഴിക്കോട്ടെ പാലിയേറ്റീവ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ പോകുന്നതിന് കുറച്ച് മുമ്പ് ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു വളണ്ടർ ആ മനുഷ്യനടുത്ത് പോയി ഇരുന്ന് സംസാരിച്ചപ്പോൾ അയാൾ എന്തൊക്കെയോ വായിൽ നിന്ന് പുറത്തേക്ക് എന്തൊക്കെയോ പറയാൻ വെമ്പൽ കൊള്ളുന്നു. പക്ഷേ ഒന്നും പറയാൻ ആ മനുഷ്യന് പുറത്തേക്ക് വരുന്നില്ല. സംസാരമൊക്കെ പാതി വഴിയിൽ തടഞ്ഞു പോയി. പക്ഷേ കൂടെ നിന്ന വളണ്ടർക്ക് കാര്യം മനസ്സിലായി. അയാൾ അങ്ങോട്ട് പ്രതികരിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതാ ഒരു വീട്, നിങ്ങളെ ജീവിതത്തിൽ കഴിയാത്ത വീട് എന്ന് മനസ്സിലാവുന്ന വിധത്തിൽ ഒരു വീട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ബാങ്കിലെ 5.25 ലക്ഷം രൂപ വരുന്ന കടബാധ്യത ഇതാ ഞങ്ങളിതാ തീർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മക്കളെ വിവാഹം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭാര്യയ്ക്ക് വേണ്ട ചികിത്സാ ഫണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാം പറഞ്ഞ് ആ മനുഷ്യരതൊക്കെ കേട്ട് ആ വളണ്ടർ കോവിഡ് കാലത്തായതുകൊണ്ട് വളണ്ടർ ഇത്തിരി അകലം പാലിച്ച് നിന്നെങ്കിൽ പോലും ആ തൊട്ടടുത്ത് നിന്ന ഏറ്റവും ഇളയ പ്രായമുള്ള 27 വയസ്സുള്ള അവരുടെ മകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി പുറത്തേക്ക് ഇങ്ങനെ ചാടി എന്നുള്ളതാണ് ആ വളണ്ടർ പറഞ്ഞൊരനുഭവം. ആ പെണ്ണ് അടുത്തിരുന്ന് ആ മനുഷ്യൻ ഇയാളൊന്ന് പറഞ്ഞു പോകാനൊരുങ്ങിയപ്പോൾ ആ കിടന്ന മനുഷ്യൻ കൈ ഇങ്ങനെ ചലിപ്പിച്ചപ്പോൾ ആ മകൾക്ക് മനസ്സിലായി കൈ കൊടുക്കാനാണെന്ന്. വന്ന മകള് വന്ന വളണ്ടറോട് പറഞ്ഞു, നിങ്ങളൊന്ന് കൈ കൊടുക്കണം. ആ കൈ ആ കിടന്ന മനുഷ്യൻ പിടിച്ച് മുറുക്കി പിടിച്ച് കുറച്ച് നേരം അയാളുടെ ഉള്ളം തേങ്ങിക്കൊണ്ട് കൂടെ ഇരുന്ന് ആ മനുഷ്യൻ യാത്ര പറഞ്ഞ് തിരിഞ്ഞു പോയപ്പോൾ പിറ്റേന്ന് രാവിലെ അയാളന്ന് രാത്രിയാവുമ്പോഴേക്കും കോഴിക്കോട്ടെ പാലിയേറ്റീവ് കേന്ദ്രത്തിലെത്തുകയും രാവിലെ 5 മണിക്ക് ഈ വളണ്ടർ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് ഇയാൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി എന്നാണ്. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ആ സ്ത്രീയും മരിച്ചുപോയി. ആ മനുഷ്യൻ്റെ മരണമാണ് അന്തസ്സുറ്റ മരണം. മനസ്സിലാവുന്നുണ്ടാവും. ഇങ്ങനെ കിടന്നുപോയ മനുഷ്യന് അയാൾ അന്ന് ആ വേദനയുടെ നെരിവിരി കൊള്ളുമ്പോൾ പോലും അയാൾ മനസ്സിൽ സന്തോഷിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയാലും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോകില്ല, കൂടെ നിൽക്കാൻ ആളുണ്ടാവുമെന്ന് ഒരു പക്ഷേ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവും. ഏതായാലും മനുഷ്യൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. അതിനുശേഷം 1-2 മാസം കഴിയുമ്പോഴേക്കും അയാളുടെ ഭാര്യയും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. അയാളുടെ ഒരു മകൾക്ക് വിവാഹാന്വേഷണം വന്നു. നാട്ടുകാർ ആഘോഷമായി വിവാഹം നടത്തി. 6 ലക്ഷത്തോളം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിലൊരു പകുതി ഒരു കുട്ടിയുടെ വിവാഹത്തിന് കൊടുത്തു. മറ്റേ കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള തുക ബാങ്ക് ഡെപ്പോസിറ്റിൽ ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. ആ കുടുംബം ആ രീതിയിലേക്ക് വഴിമാറിപ്പോയ ഒരു കഥയുണ്ട്. ഈ രീതിയിലുള്ള ബോധപൂർവമായ ഇടപെടലുകൾ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നിലനിൽക്കുന്നു. ഞാൻ പറയുന്നത് സൈക്കോ സോഷ്യൽ സപ്പോർട്ട്, മാനസിക സാമൂഹിക പിന്തുണ എന്നുള്ളതാണ്. കിടന്നുപോയ മനുഷ്യന് മെഡിക്കൽ സപ്പോർട്ടിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടിയപ്പുറത്തേക്ക് ചെയ്യാനുള്ളത്. ഓരോ കിടന്നുപോയ മനുഷ്യൻ്റെയും കട്ടിലിനടുത്ത് അവരെ കേട്ടുകൊടുക്കാൻ ആളെത്തണം, അവരുടെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ ആളെത്തണം. നിർബന്ധമാണ്, എത്തിയേ പറ്റൂ. ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സമ്പന്നതകൾക്ക് നടുവിൽ പോലും നമ്മൾ അവിടെ കിടന്ന് നരകിച്ചു പോകും. ഒരുപാട് കഥകളുണ്ട്. വീട്ടുകളിലേക്ക് കയറി ചെന്ന് ആളുകളോട് ഇടപെടുന്നിടത്ത് പാലിയേറ്റീവ് കെയറിൽ ഒരുപാട് നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഈ ടീമിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പാലിയേറ്റീവ് കെയറിൻ്റെ ഹോം കെയറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടീമാണ് നഴ്സുമാർ. അവരാണ് ആർക്കാണ് പാലിയേറ്റീവ് കെയർ ആദ്യം കൊടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. ഇബ്രാഹിംരാജിൻ്റെ വീട്ടിൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു ഫോൺ പോലും വിളിക്കാൻ കഴിയാത്ത ഒരു വീട്ടിൽ ഒരു രോഗി കിടക്കുന്നുണ്ടെങ്കിൽ ആ രോഗിക്കാണ് ആദ്യം കെയർ കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന് എതിർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഇതിൻ്റെ സംഘാടകർക്ക്. അതാണ് ഇതിൻ്റെ നിയമം. ആരാണോ അത് ജാതിയോ മതമോ സണത്തിൻ്റെ പെരുപ്പമോ നമുക്ക് ഫണ്ട് തരുന്നവനോ എന്നൊരു കണക്കുമില്ല.
ആർക്കാണോ ആദ്യം കെയർ കൊടുക്കേണ്ടത് അവൻ്റെ വേദനയുടെ ആഴത്തിനനുസരിച്ച് പരിചരണം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ സംവിധാനത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ ഇടപെടുന്നതാണ് പാലിയേറ്റീവ് കെയർ സിസ്റ്റം. ഈ രീതിയിൽ കിടന്നുപോയ മനുഷ്യൻ്റെ കാര്യങ്ങളിൽ നീതിയും സുതാര്യതയും സത്യസന്ധതയും നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റമായി ഈ സംവിധാനം വേണം. ഒരു ടീമായി നിന്നുകൊണ്ട് വളരെ കൃത്യമായി പണം ഈ ഇവിടുത്തെ സ്റ്റാഫ്, ഈ ജോലി ചെയ്യുന്ന സ്റ്റാഫും, മലപ്പുറം ജില്ലയിലെ ഒരു നേഴ്സ് എന്നോട് സ്വകാര്യമായി പറഞ്ഞൊരു സ്വകാര്യമുണ്ട്. എന്താണെന്നറിയോ? മാഷെ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഞങ്ങൾ ആരാൻ്റെ ശരീരത്തിനുള്ളിൽ കൈയിട്ട് മലെടുക്കുക. പക്ഷെ വീട്ടിൽ പോയി ഈ ഗ്ലൗസൊക്കെ ഊരി വീട്ടിൽ പോയി എത്ര സോപ്പിട്ട് കഴിയാലും വീട്ടിൽ പോയി നോക്കുമ്പോൾ ചെറിയൊരു മണക്കൊന്നാലും ബാക്കിയുണ്ടാവും. ഇത് ചെയ്യാൻ എത്ര ലക്ഷങ്ങൾ മാസത്തിൽ തന്നാലാണ് നിങ്ങളും ഞാൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെ ജീവനക്കാരെന്ന് പറയുന്നത് നമ്മളെ കൂടപ്പറപ്പുകളാണ്. അങ്ങനെയുള്ള ഒരു കുടുംബമാണ് പാലിയേറ്റീവ് കെയറിൽ. വളണ്ടർ എന്ന് പറയുന്ന ആള് ഒരു സിസ്റ്റത്തിൽ ഞാനിതിനെ വളണ്ടറായാൽ, ഞാൻ വീണുപോയാൽ, എനിക്കനുഭവമുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനൊരു ദിവസം ഒരു ബലിപെരുന്നാളിനനുബന്ധിച്ച് അതിൻ്റെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് വീട്ടിൽ വീണുപോയപ്പോൾ ഞാൻ പിന്നീട് കണ്ണു തുറക്കുന്നത് കുറച്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൻ്റെ കട്ടിലിൻ്റെ മുകളിലാണ്. അപ്പോൾ എൻ്റെ കഥകൾ പിന്നീട് ചോദിച്ചറിഞ്ഞപ്പോൾ ഉരുണ്ടിയും മാരവങ്ങളുമായി എൻ്റെ പാലിയേറ്റീവ് കെയർ സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാരും ഒരുപാട് പേര് ഓടിയെത്തിപ്പോൾ തലയിടിച്ച് ബേക്കിലെ ചുമരിനടിച്ച് ബോധക്ഷേമമുണ്ടായി വീണുപോയപ്പോൾ എന്നെ തേടാൻ ഒരുപാട് പേര് ഓടിയെത്തി. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടതാണ്. ഇതൊരു വല്ലാത്തൊരു ടീമാണ്. ആ ടീമിൽ വരുന്ന ഓരോരുത്തരും സ്വന്തമായ രാഷ്ട്രീയമായ താല്പര്യമോ മതപരമായ താല്പര്യമോ ഇല്ലാത്ത, ഇത് തൻ്റെ അപരൻ്റെ ഏറ്റവും വലിയ അവൻ്റെ കാര്യങ്ങൾ ഇടപെടേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്ന തോന്നൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുകയും താൻ ഒരുപാട് പ്രവർത്തിക്കാനും ഉറച്ച് മാത്രം വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്യണം. ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആകത്തുക എന്ന് പറയുന്നത് നമ്മൾ ഈ സംവിധാനത്തിൽ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും സ്വതന്ത്രമായ ഒരു സിസ്റ്റം വേണം. ഒരു ടീം വർക്കായി ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. കൃത്യമായ ധാരണ വേണം. ഒരാളെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്നിടത്തേക്ക് എൻ്റെ വാച്ചിൽ നോക്കാൻ പാടില്ല എന്നാ. ഒരാളെ രോഗിനെ കാണാൻ പോകുമ്പോൾ എൻ്റെ വാച്ചിൽ നോക്കി, നേരല്ലെങ്കിലും മൊബൈൽ ഫോൺ എടുത്ത് നോക്കി ഇയാളോട് സംസാരിക്കാൻ നിന്നാൽ അതേ എന്നോട് അധികമൊന്നും പറയൂല. കിടക്കുന്നവൻ എന്ത് തോന്നണോ? എന്നെ കാണാൻ അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ഇയാൾക്ക് സമയമുണ്ടെന്ന് ഈ കിടന്ന മനുഷ്യന് തോന്നുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വേണം. ഒരു കുന്നിൻ്റെ മുകളിൽ കിടന്ന ഒരു സ്ത്രീ, ഒരു രോഗി, സ്ത്രീയോ പുരുഷനോ എൻ്റെ ഓർമ്മയിലില്ല, ഒരു രോഗി ഹോം കെയർ കഴിഞ്ഞ് ആ ടീം തിരിച്ചു പോകുന്നതിന് മുമ്പ് ആ വീട്ടിലേക്ക് കയറി ചെന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞു, ഭയങ്കര സങ്കടമാണ്, എത്രയോ ദിവസമായി ഇങ്ങനെ കിടക്കുന്നു, ഒരനക്കവുമില്ല, ഒരു സംസാരവും ഇല്ല, ഒന്നുമില്ല. വീട്ടുകാർ പറഞ്ഞതിന് ആകത്തുക എന്താണെന്നറിയോ? ഇതൊന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്ന ഭാവേന ആ സ്ത്രീ സംസാരിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ ആ കുടുംബക്കാർ സംസാരിച്ചെങ്കിൽ, അത് കഴിഞ്ഞിങ്ങോട്ട് തിരിഞ്ഞ് ഈ ടീമിങ് പോകുമ്പോൾ പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അനങ്ങാതെ കിടക്കുന്ന ആ രോഗിയുടെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ കുത്തിയൊലിച്ചതാ. എന്താ സംഭവിച്ചത്? അയാളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ഒന്ന് ചലിക്കാൻ കഴിയുന്നിരുന്നെങ്കിൽ, ഒരു കഷ്ണം കയറ് കിട്ടിയിരുന്നെങ്കിൽ അയാളെ മരിച്ചു കളയായിരുന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ കഴിയാത്തതുകൊണ്ട് കിടക്കുക. ഇത് മനുഷ്യൻ്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ കടന്നുപോയ മനുഷ്യൻ്റെ അകം ഒരു പക്ഷേ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അകത്തളങ്ങളെല്ലാം കേൾക്കുന്നുണ്ടാവും. വീട്ടുകാരുടെ ഈ ആട്ടും തുപ്പുമേറ്റ് വീട്ടകങ്ങളിൽ കിടക്കേണ്ടവനല്ല ഒരു രോഗി. അവൻ അവകാശമാണ് താൻ മരിച്ചു പോകുന്നതിന് മുമ്പ് കൃത്യമായ സപ്പോർട്ട് കിട്ടണം. ഇത് കിട്ടണമെങ്കിൽ ഈ സ്ഥലത്ത്, ഈ കുരിക്കിലാട് പ്രദേശത്ത് ഇതിന് ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ കൃത്യമായ പരിശീലനവും കിട്ടിയ ആളുകൾ ഉണ്ടാവണം. നിങ്ങൾക്കിതിന് പരിശീലനത്തിന് സംവിധാനമുണ്ട്. നിങ്ങൾ നേരം കണ്ടെത്തിയേ പറ്റൂ. കണ്ടെത്തിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നട്ടപ്പാതിര നേരത്ത് നമ്മളെ വീട്ടിൻ്റെ അകത്ത് നമ്മളെ കൂടപ്പിറപ്പിനോടൊപ്പം നമ്മൾ കിടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ പഠിക്കാൻ കഴിയും. സംസാരിക്കുന്ന എങ്ങനെയെന്ന് പഠിക്കാൻ കഴിയും. ഇത് ഒരുപാട് കാര്യങ്ങൾ, മൂത്രത്തിന് ട്യൂബ്, അതുപോലെ ബെഡ്ഷീറ്റ് വൃത്തിയാക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായ പരിശീലനം നമുക്ക് നേടാൻ കഴിയും. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കൂട്ടം ആളുകൾ, മാനസിക രോഗികൾ ആയ ആളുകൾ, പാലിയേറ്റീവ് കെയറിൽ ഒരുപാട് ആളുകൾ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ആരൊക്കെ പരിഗണിക്കുന്നുണ്ട്?
ക്യാൻസർ രോഗം നിങ്ങൾക്ക് അറിയാം. ക്യാൻസർ രോഗിക്ക് വേണ്ടി പാലിയേറ്റീവ് കെയർ തുടങ്ങി. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ എന്താണെന്നറിയോ? എന്താണ് ഒരാൾ രോഗിയാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി ആ കുടുംബത്തോടൊപ്പം നിൽക്കണം ഇപ്പോൾ പാലിയേറ്റീവ് കെയർ. പണ്ട് ക്യാൻസർ രോഗമുള്ളവരെ മാത്രമേ നോക്കിയേ, ഇപ്പം അതല്ല. ഇപ്പം പ്രായമുള്ള ആളുകൾ, മരത്തുനിന്ന് വീണ ആളുകൾ, മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ, കിഡ്നി രോഗം വന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഏത് രോഗം കൊണ്ടും ഇനി മരത്തുനിന്ന് വീണ് കുറച്ച് ദിവസം കിടന്നാൽ അയാൾക്കും പാലിയേറ്റീവ് കെയർ കൊടുക്കണം. രോഗത്തിൻ്റെ തുടക്കകാലത്ത് ചികിത്സ ആശുപത്രിയിൽ നിന്ന് കിട്ടുമ്പോഴും ഇവരുടെ കൂടെ നിന്ന് കൊടുക്കുന്ന രീതിയിൽ സപ്പോർട്ടീവ് കെയർ ആയിട്ട് പാലിയേറ്റീവ് കെയർ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഈ നാട്ടിലെ ഒരുപാട് ആളുകൾ, പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന ഈ ഒരു വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമുണ്ട്. കിഡ്നി രോഗികൾ, നിങ്ങൾക്ക് അറിയാം അതിൻ്റെ വിവരങ്ങൾ. മാനസിക രോഗികൾ, ചില വീട്ടിൽ മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത്തരമൊരു സംവിധാനം നടത്തുന്ന ആൾ എന്നുള്ളത് ഞാൻ പറയുകയാണ്. വല്ലാത്തൊരു സങ്കടകരമായ കുറേ കഥകളുണ്ട് ഇത്തരം വീടുകളിൽ. നമ്മുടെ കുടുംബത്തിലൊന്ന് മനസ്സിന് പ്രയാസമുള്ളതുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് വിവാഹാന്വേഷണം പോലും ഒരു പക്ഷേ വന്നെന്ന് വരില്ല. പിന്നെ ആ വീട്ടിൽ ആ രോഗിയെ പരിചരിക്കുന്ന പരിചാരകയുണ്ടല്ലോ, ആ വീട്ടിലെ കുടുംബത്തിലെ ബാക്കിയുള്ള ആൾ, ഒരു കല്യാണത്തിന് പോലും മനസ്സമാധാനത്തോടു കൂടി പോകാൻ കഴിയില്ല അവർക്ക്. കാരണം 34 വയസ്സായ ഒരു പെൺകുട്ടിയെ പരിചരിക്കുന്ന കുട്ടിയുടെ മാതാവ് പറഞ്ഞൊരു കഥയുണ്ട്. ഇവരെ ഒന്നിച്ച് ഈ മാനസിക രോഗികളുടെ പരിചാരകരെ ഒന്നിച്ചിരുത്തി, ആ പരിചാരക ഒന്നിച്ചിരുത്തി ഇവരുമായി സംസാരിച്ചപ്പോൾ ഈ മാനസിക നില തെറ്റിയ 34 വയസ്സുകാരിയായ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കുട്ടി 28 വർഷങ്ങൾക്കപ്പുറം മനോനില തെറ്റിപ്പോയ കുട്ടിയാണ്. ആ കുട്ടി കാട്ടിക്കൂട്ടുന്നതിന് ഒരു കണക്കുമില്ല. ഈ പ്രായപൂർത്തിയായ ഈ മുതിർന്ന ഈ കുട്ടിക്ക് രാവും പകലും ഉറക്കമളിച്ച് ഈ കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്ന കുട്ടിയുടെ മാതാവ് പറഞ്ഞൊരു കഥയുണ്ട്. നമ്മുടെ സംവിധാനത്തിൽ ഡേ കെയർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അത് ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടുവന്ന് കുളിപ്പിച്ച് പല്ല് തേപ്പിച്ച്, പാലിയേറ്റീവ് കെയർ വീടുകളിലേക്കാണ് പോകുന്നതെങ്കിൽ പാലിയേറ്റീവ് കെയറിലെ മാനസിക രോഗ വിഭാഗം, സൈക്കാട്രി വിഭാഗം വീടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സെൻറ്ററുകളിലേക്ക് അവർ കൊണ്ടുവരിക. ഇതുപോലുള്ള സെൻറ്ററിൽ കൊണ്ടുവന്ന് പാട്ടും കളിയുമായി ആഴ്ചയിലൊരു ദിവസം അവർ പാട്ടും തമാശയൊക്കെയായി ചിത്രങ്ങളൊക്കെ വരപ്പിച്ച് അവർ വൈകുന്നേരം സന്തോഷത്തോടുകൂടി വീട്ടിൽ തിരിച്ചുവിടാക്കുന്ന ഡേ കെയർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് പാലിയേറ്റീവ് കെയറിൽ. ആ ഒരു സംവിധാനത്തിൽ അതിലിടപെട്ട് മുന്നോട്ട് പോയപ്പോൾ കണ്ട ഒരു അനുഭവം, ഒരു ഒന്നിച്ചിരുത്തിയ ഒരു സദസ്സിൽ ഈ കുട്ടിയുടെ മാതാവ് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്നറിയാം നിങ്ങൾ? 28 കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാനൊരു കല്യാണത്തിന് പോയത്. എങ്ങനെ? നമ്മുടെ സംവിധാനത്തിലേക്ക് ഡേ കെയറിൽ ഈ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അന്ന് ആ വീട്ടിലെ മാതാവിന് ഒരു ദിവസം ഫ്രീ ആയി കിട്ടുകയാണ്. അന്ന് എനിക്കൊരു വല്ലാത്തൊരു സന്തോഷമായി എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അയവിറക്കുമ്പോൾ ഇത്തരത്തിലുള്ള രോഗികളെ കട്ടിലിന് മുകളിൽ കെട്ടിയിട്ട് ജോലിക്ക് പോകുന്ന കുടുംബാംഗങ്ങളെ നാട്ടും പുറത്തിറങ്ങിയിട്ട് ആ പാവത്തിനെ കെട്ടിയിട്ടത് വേണ്ടോ എന്ന് പറയുന്നതിൽ അപ്പുറത്തേക്ക് കെട്ടിയിടാനുള്ള കാരണം ആ വീട്ടിൽ അടുപ്പ് പുകയണമെങ്കിൽ ആ കുടുംബത്തിലെ മറ്റൊരു അംഗം എവിടെങ്കിലും ജോലിക്ക് പോയാലേ നടക്കൂ എന്ന് തിരിച്ചറിയുമ്പോൾ വെറുതെ ഈ കാണുന്ന കാഴ്ചക്കപ്പുറത്തേക്ക് ആ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലേക്ക്, കുടുംബാംഗങ്ങളുടെ പ്രയാസങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇവരനുഭവിക്കുന്ന ജീവിതയാതനകളെ കൃത്യമായി തിരിച്ചറിയാനും കിടന്നുപോയ രോഗിയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്ത നിർവഹണം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ എൻ്റെ നാളേക്ക്, എൻ്റെ അടുത്ത് വരാനിരിക്കുന്ന എൻ്റെ നാളുകളിൽ എനിക്ക് ഇതൊരു സമ്പാദ്യമായി മാറും. ഇവിടെ ഈ സംവിധാനത്തിൽ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ വലിപ്പം കൂടുന്നതോ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ എണ്ണം കൂടുന്നതോ അല്ല ഈ നാട്ടിലെ പാലിയേറ്റീവ് കെയറിൻ്റെ വളർച്ച. ഈ നാട്ടിലെ പാലിയേറ്റീവ് കെയറിൻ്റെ വളർച്ച, ഒരു വീട്ടിലൊരു രോഗി കടന്നാൽ ആ രോഗിയുടെ സകലമാനം പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവർക്ക് ചുറ്റും ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കിയെടുക്കണം, കുടുംബങ്ങളെ ഉണ്ടാക്കിയെടുക്കണം, കുടുംബാംഗങ്ങളെ ഇതിനെ ബോധവൽക്കരിക്കണം. ആൾക്കാർ പറയും, നിങ്ങൾ നല്ല മനുഷ്യന്മാരാട്ടോ, ഇവിടെ എന്നും പ്രകീർത്തിച്ച് സംസാരിക്കുന്ന നമ്മൾ കേൾക്കുന്നതാണ്, നിങ്ങൾ ഭയങ്കരനാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഏതോ 1, 2, 3, 4 ആളുകളെ മാത്രം കേന്ദ്രീകരിച്ച് നാട്ടിൽ മുഴുവൻ പ്രചരണം നടത്തിയിട്ട് ഈ സംവിധാനം കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. അതോടുകൂടി തന്നെ കഴിഞ്ഞു പോകും. പോരാ, ഇത് ഏറ്റെടുക്കാൻ ഞാൻ എന്നും പറയുന്നതാണ്, ഇവിടെ ഇപ്പോൾ ആളില്ലെങ്കിൽ ഉള്ള ആളുകൾക്ക് നേരമുള്ളിടത്തേക്ക് പോയിട്ട് അവരോട് പറയണം, സുഹൃത്തെ, നാട്ടിലുണ്ടാവേണ്ടത്
എല്ലാ ജാതി മത ചിന്തകൾക്കപ്പുറത്തേക്കും ഈ മനുഷ്യന്റെ വേദനയിൽ ഇടപെടുന്ന ഇത് തൻ്റെ ഉത്തരവാദിത്തമായി ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന പാലിയേറ്റീവ് കെയർ പറയല്. കഷ്ടപ്പെട്ട് ചെയ്യരുത്. ജീവനക്കാരോടുകൂടി പറയല അങ്ങനെ. അവർ എന്തെങ്കിലും ഒരർത്ഥം മലത്തിന്റെ ദുർഗന്ധം കേട്ടാൽ എന്നിപ്പോ അത് കുടുങ്ങിയല്ലോ, ഇനി ഇത് എനിമ കൊടുത്തത് ഒഴിവാക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അത് അവരുടെ ഉത്തരവാദിത്തമായി അവരെ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം സമ്പൂർണ്ണമാവുക. അതിനൊപ്പം തന്നെയാണ് നമ്മളതും എമ്പതി എന്നൊരു വാക്കുണ്ട് പാലിയേറ്റീവ് കെയറിൽ. സിമ്പതി എന്ന് പറഞ്ഞാൽ നമ്മളെന്നും കേട്ടതാ, നമ്മൾ നാട്ടിൽ മുമ്പ് കാണുന്നത്. അയ്യോ എന്തൊരു കഷ്ടമായി, ഇയാൾ എത്ര നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു മനുഷ്യന് ഏതെങ്കിലും രീതിയിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ കരയാനും അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് സങ്കടം പറയാനും ഒക്കെ ഒരുപാട് ആളുണ്ട്. പാലിയേറ്റീവ് കെയർ വേണ്ട കിടന്നാൽ നമ്മൾ ആരും അത് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണല്ലോ പലരും ക്യാൻസർ പിടിച്ച് കീമോതെറാപ്പിയും റേഡിയേഷനും ചെയ്താൽ പലരെയും മക്കൾ ബന്ധുവീട്ടിലിടം കൊണ്ടുപോയിടും. ഇനി ആൾക്കാരെ കാണിക്കാൻ പറ്റൂല. ചെയ്യരുത് കേട്ടോ. മുടിയൊക്കെ കൊഴിഞ്ഞു പോയാലേ വല്ലാതൊരു കഷ്ടമാണ്. ആൾക്കാരെ കാണണം, ആൾക്കാരെ കൂടെ നിൽക്കണം. കാണാൻ പോകുന്നവന് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത്. നിങ്ങൾ എന്തായതാ ചേച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇന്ന് വീട്ടിൽ നിന്ന് കണ്ണാടിന് മുമ്പ് പോരുമോ? വൈകുന്നേരം പോയിട്ട് ഒറ്റ വാക്കാണ് ഞാൻ പറയുന്നത്. ആ വാക്ക് ചേച്ചിയുടെ മനസ്സിൽ അതറയ്ക്കുക. ആർക്കും അങ്ങനെ തന്നെ. അപ്പോൾ ആളുകളോടുള്ള സംസാരിക്കുന്നിടത്തൊക്കെ കരുതലുകളില്ലെങ്കിൽ ഒരു വാക്ക് മതി, അതൊരു കൂരമ്പായി മനസ്സിലേക്ക് തറയ്ക്കും. അതൊരു കടന്നുപോയ മനുഷ്യനും കൂടി ആകുമ്പോൾ എങ്ങനെയാണ് ഇത്തരം ആളുകളോട് സംസാരിക്കേണ്ടത് എന്ന് പാലിയേറ്റീവ് കെയറിൽ നമ്മളെ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് നേരമുള്ള നേരം ഏതെങ്കിലും ഒരു ദിവസം ഒരു 3 മണിക്കൂർ ഒരു ദിവസമെങ്കിലും ഇരിക്കാൻ നമുക്ക് നേരമുണ്ടെങ്കിൽ 2-3 ദിവസം വെച്ച് നമുക്കതിനൊരു സംവിധാനം ഒരുക്കാം. ഒന്നും നഷ്ടമാവില്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടെ തന്നെ അതിനൊരു സിസ്റ്റം നിങ്ങൾക്ക് ഒരുക്കിത്തരാം. എന്താണ് പാലിയേറ്റീവ് കെയർ, ഏതൊക്കെ രീതിയിൽ ഇടപെടാൻ കഴിയും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രീതിയിൽ നമ്മൾ ഇടപെട്ടാലാണ് ആ മനുഷ്യൻ്റെ കാര്യങ്ങൾ അവർക്ക് സമാധാനം ഉണ്ടാവുക. വെറുതെ എൻ്റെ ഒരു പുഞ്ചിരി പോലും, എൻ്റെ ഒരു നോട്ടം പോലും, നമ്മൾ ഓരോരുത്തരൊരു നോട്ടം പോലും നമ്മൾ അപ്പുറത്ത് കിടക്കുന്ന മനുഷ്യനെ സമാധാനമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തമാശയ്ക്ക് തള്ളിവിട്ടേക്കുന്ന നാട്ടിൽ ഒരുപാട് ആരവങ്ങൾ നടക്കുന്നു. ഒരു ഗാനമേള പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമഡി ഫെസ്റ്റ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ മുറ്റം ആളുകൾ നിറഞ്ഞു കഴിയുമായിരുന്നു. ഇത് ആളുകൾക്ക് നേരമില്ല എന്നുള്ളൊരു വിഷയം നിലനിൽക്കുകയാണ്. ഒരു തലവേദന വന്നാൽ മതി, എല്ലാ നേരമില്ലാത്ത മനുഷ്യനും നേരമുണ്ടാകുന്നൊരവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ഞാനതൊന്നും കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഏറ്റവും അനിവാര്യമാണ്. നമുക്ക് നമ്മളെ മക്കളെ കൂടി ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ നാട്ടിൽ ആ രീതിയിൽ ഇടപെടുന്ന യാഥാർത്ഥ്യബോധത്തോടു കൂടി, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ കടന്നുപോയ മനുഷ്യന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ കെലുപ്പില്ലാത്തത് കൊണ്ടാണ്. ഇതൊരു മനുഷ്യാവകാശമാണ്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന പ്രായാധിക്യമുള്ള മനുഷ്യർക്ക് അവരെ ചേർത്ത് പിടിക്കാൻ മാറിയ കാലം, പ്രായാധിക്യമുള്ളവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന കാലത്ത് ഇത്തരം ആളുകൾക്ക് അവനവൻ്റെ ഇടങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളാക്കി മാറ്റുന്നിടത്തേക്ക് അവരുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി ഇതിനെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഇബ്രാഹിക്ക, ഞാൻ അങ്ങനെ തന്നെ പേരെടുത്ത് പറയുകയാണ് നിങ്ങളോട്. ഇബ്രാഹിക്കാക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രയാസവും ഇല്ലാതിരിക്കട്ടെ. നമ്മുടെ സഹോദരന് ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഈ സംവിധാനം നാളെ എങ്ങനെ നടക്കും? നിങ്ങൾ പറയും. നിങ്ങൾക്കറിയാലോ ഈ സംവിധാനത്തിന്റെ കാര്യം. ഇങ്ങനെയാണോ നമ്മുടെ പാലിയേറ്റീവ് സിസ്റ്റം പോകേണ്ടത്? ആണോ? അല്ല. നമ്മൾ നിർബന്ധം. ഇതിന്റെ കമ്മിറ്റി മെമ്പർമാർ എത്ര ആളുണ്ട്? ഇതിൽ ഒന്ന് കൈവക്കാവോ? ഈ കമ്മിറ്റി മെമ്പർമാർ 4 ആള് അല്ലേ? 5 ആള്. ഓക്കെ, കൈതാതിക്കൂടെ. ഈ കമ്മിറ്റി എന്ന് പറയുന്ന ആരാണോ? പാലിയേറ്റീവ് കെയർ കമ്മിറ്റി ആരാണോ? എൻ്റെ യൂണിറ്റിൽ പാലിയേറ്റീവ് കെയറിൽ മെമ്പർ ആവണമെങ്കിൽ, സെക്രട്ടറി ആവണമെങ്കിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ട്രെയിനിങ് കഴിയണം. ഹോം കെയർ പോകണം. കിപ്പിൻ്റെ ജില്ലാ നമ്മളെ ബൈലോയിൽ എഴുതി വെച്ചേക്ക് ഇത്ര സമയം രോഗിയെ കണ്ട ആളാവണം പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനം. അല്ലാത്ത ആളിന് വേണ്ട. പൈസ നാട്ടിലുള്ള ഏതൊരു മുതലാളിക്ക് പാലിയേറ്റീവ് കെയർ വേണ്ട. ഇവരെ പോലെ ഇടപെടുന്ന ആളുകളാണ് ഈ പാലിയേറ്റീവ് കെയറിൻ്റെ സംഘാടകരൊക്കെ. എന്താണ് ഈ സംവിധാനമെന്നും ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്നും അറിയണം. അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ ഇതിന് ചുക്കാൻ പിടിക്കും. എന്താ അതുകൊണ്ട്? അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇതിൻ്റെ ഫണ്ട് എങ്ങനെ വിരിക്കേണ്ടതെന്ന് അറിയോ നിങ്ങൾക്ക്? ഫണ്ട് എങ്ങനെ വിരിക്കേണ്ടത്? പൈസ ഉള്ളവനെ കണ്ടുകാൻ ഒരു 10 ലക്ഷം കരി എന്ന് പറഞ്ഞു വാങ്ങല ഫണ്ട്. മൈക്രോ ഫണ്ടിങ് രീതിയാണ് പാലിയേറ്റീവ് കെയറിൻ്റെ രീതി. പഴയ ബക്കറ്റ് പിരിവില്ലേ നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരോടും വാങ്ങണം. 10 രൂപ തരാവുന്നവൻ്റെ 10ഉം 100ഉം തന്നെ ബക്കറ്റ് വെച്ച്
പലതുള്ളി പെരുവെള്ളമായി ഫണ്ട് പിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഏതെങ്കിലും ഒരു മുതലാളി അയാളുടെ കുറേ പൈസ ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതിൽ നിന്നെടുത്ത് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ തന്നാൽ വരുന്നൊരു അപജയമുണ്ട്. എന്താണെന്നറിയോ? അയാൾ പറയുമ്പോൾ ഇത് നടക്കൂ. ഇതങ്ങനെയല്ല നടക്കേണ്ടത്. ഇത് എൻ്റേത് കൂടിയാണ് പാലിയേറ്റീവ് കെയർ. മാസത്തിൽ ഒരു വിഹിതം, സംഖ്യ ഞാൻ പറയുന്നില്ല, എൻ്റെ നരിക്കുനിയിലെ പാലിയേറ്റീവ് കെയർ സിസ്റ്റത്തിന് ഞാൻ കൊടുക്കുന്നതുകൊണ്ട് നരിക്കുനിയിലെ പാലിയേറ്റീവ് കെയർ സിസ്റ്റം എൻ്റേത് കൂടിയാണ്. ആയിരങ്ങൾ കൊടുക്കുന്നവൻ വേറുണ്ട്. അങ്ങനെ ഈ പലതുള്ളി പെരുവെള്ളമായി നാട്ടുകാരാൽ നടത്തപ്പെടുന്ന ഒരു സിസ്റ്റമാണ് പാലിയേറ്റീവ് കെയർ. ഒരു മീൻകൂടയിൽ ഒഴിയുമായി ഒരു അങ്ങാടിയിലൂടെ ഒരു മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച ഒരു സ്ത്രീ കടന്നു പോകുമ്പോൾ പാലിയേറ്റീവ് കെയർ ദിനമുണ്ട് ജനുവരി 15. അതിൻ്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് ഒരു തെരുവിൽ ഒരു അങ്ങാടിയിലൂടെ ഒരു വണ്ടി കടന്നുപോയി. നമ്മുടെ സംവിധാനത്തിൻ്റെ ആ സംവിധാനത്തിൻ്റെ വണ്ടി നീങ്ങുന്ന സമയത്ത് അവിടെ നിർത്തി പിരിവ് കഴിഞ്ഞ് നീങ്ങുന്ന സമയത്ത് ആ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച സ്ത്രീ വർഷങ്ങൾക്കപ്പുറം ഓടി വന്ന് ആ സംവിധാനത്തിലേക്ക് ഒരു പണം ഇട്ടു. 100 രൂപയുടെ ഒരു മുഷിഞ്ഞ നോട്ടായിരുന്നു അന്ന്. വർഷങ്ങൾക്കപ്പുറം ആ മുഷിഞ്ഞ നോട്ടിന് 10,000ങ്ങളുടെ വിലയുണ്ടായിരുന്നു. ആ സ്ത്രീ ആ രൂപ കൊടുത്തതിന് കാരണം ആ സ്ത്രീക്കറിയാം ഈ സംവിധാനത്തെക്കുറിച്ച്. ആ സംവിധാനത്തിൻ്റെ നടത്തിപ്പുകാരൻ സ്വന്തം ഈ വാങ്ങുന്ന പണത്തിൻ്റെ 1 രൂപ പോലും പുട്ടടിക്കില്ല, സ്വന്തത്തിലേക്ക് കൊണ്ടുപോകില്ല എന്ന് ഉറപ്പുണ്ട്. അതിൻ്റെ വണ്ടി പോലും ഒറ്റയ്ക്കൊരാവശ്യത്തിന് ആ വണ്ടി ഓടില്ല. പാലിയേറ്റീവ് കെയറിൽ അനർഹമായി 1 രൂപ പോലും ഇതിനു വേണ്ടി പിരിച്ചെടുത്തതിൻ്റെ സംഘാടകർ എടുക്കൂല. സ്വന്തം പോക്കറ്റിൽ നിന്നൊരു വിഹിതം വിലയെടുത്ത് ഇതിലേക്ക് പ്രവർത്തിക്കാനും സ്വന്തം സമയത്തിലൊരു പങ്ക് ഇതിനു വേണ്ടി ചെലവഴിക്കാനും കഴിയുന്നവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനം. അങ്ങനെ ആണ് ഈ സംവിധാനം എങ്കിൽ പോലും ഒരു ടീമായി നിയന്ത്രിക്കപ്പെടുന്നിടത്തേക്ക് ഇന്ന് ഞാനില്ലെങ്കിൽ വേറൊരാളാലും ഇത് നിയന്ത്രിക്കപ്പെടുന്നിടത്തേക്ക് വലിയൊരു ടീമിനെ സജ്ജമാക്കാൻ ഒരുപാട് കാലമായി ഇവരൊക്കെ പറയുന്നു. ഇത് ഈ ഒരു സംവിധാനം മുമ്പ് വന്ന സമയത്തും പറഞ്ഞിട്ടുള്ളതാണ്. നാട്ടുകാരിത് ഏറ്റെടുക്കണം, നാട്ടുകാരത് ഏറ്റെടുക്കപ്പെടണം. ആ ഏറ്റെടുക്കുന്നവൻ ഏതെങ്കിലും സ്വാർത്ഥമായ താല്പര്യത്തിനുള്ളതാണെങ്കിൽ അവനിതിട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഇതൊരു ടീം വർക്ക് ആവണം. ആത്മാർത്ഥമായി ഇതെൻ്റെ നാട്ടിൽ ആവശ്യമുള്ളതാണ്. നാളെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് എൻ്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന് അടുത്ത ഒരു ടീമിനെ ഇവിടെ സെറ്റ് ചെയ്തെടുക്കാൻ എൻ്റെ ഇന്നത്തെ ഈ കാലത്തെ സമയം കൊണ്ട് എനിക്ക് കഴിയണമെന്ന് സ്വന്തം തീരുമാനമെടുക്കുന്ന ഒരു കൂട്ടം ആളുകളായി ഈ ഇതിൻ്റെ സംഘാടകർ മാറുകയും വ്യക്തിപരമായ ഒരു താല്പര്യവുമില്ലാതെ ഇതിനെ ആത്മാർത്ഥമായി നയിക്കാൻ കഴിയുന്ന കുറച്ചാളുകൾ ഇതിൻ്റെ തലപ്പത്ത് കൃത്യമായി രൂപപ്പെട്ടു വരികയും ചെയ്യണം. നിലവിലുള്ള ആ ഒരു സംവിധാനത്തെ ആ രീതിയിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാനും. ഇന്ന് നാം ജനിക്കുമ്പോൾ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. നാം കരഞ്ഞുകൊണ്ട് ജനിക്കുമ്പോൾ ചിരിക്കാൻ ഒരു കുഞ്ഞു പിറക്കുന്നു എന്ന് പറഞ്ഞ് ഇനി നാളെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് പേരുണ്ടാവണം നമ്മുടെ വിടവാങ്ങൽ കൊണ്ട് നെഞ്ചകം പൊട്ടി ഹൃദയം കൊണ്ട് കരയാൻ. ആ ഹൃദയം കൊണ്ട് നമ്മുടെ പറഞ്ഞു പോകുമ്പോൾ ഹൃദയം കൊണ്ട് കരയുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ കഴിയും. ആത്മാർത്ഥമായ നമ്മുടെ സമർപ്പണബോധത്തോടു കൂടിയുള്ള ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരു നാട്ടിൽ രൂപപ്പെടുത്തുന്നതിന് ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളതിന് തയ്യാറാവുന്ന രീതിയിലേക്ക് ഇവിടെ ഇതിന് സംവിധാനം ഒരുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഹൃദയം കൊണ്ട് പകുത്തു നൽകാൻ, ചേർന്നു കൊടുക്കാൻ, ഉള്ളിൽ കാപട്യമില്ലാത്ത ഒരു ലോകമായി മനുഷ്യനെ കാണാനും സംസാരിക്കുന്നിടത്തുമൊക്കെ കാപട്യമില്ലാത്ത ഒരു ബന്ധവും പരസ്പരമുള്ള ഒരു സൗഹൃദവുമുള്ള നല്ല ഒരു കുടുംബമായി ഇവിടുത്തെ ജീവനക്കാരടക്കം, ഇവിടുത്തെ വളണ്ടിയർമാരടക്കം, ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളടക്കം എല്ലാവർക്കും എല്ലാം പരസ്പരം പങ്കുവെക്കാനും കൃത്യമായ നിലപാടുകളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്തേക്ക് ഈ സംവിധാനത്തെ വഴിമാറുന്നതിന് എൻ്റെ ഈ വരവും നമ്മളെ ഈ കൂടിയിരിപ്പും വഴിമാറട്ടെ എന്ന് സൂചിപ്പിക്കുകയും അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഈ ഒരു കൂട്ടിരിപ്പിൽ, നിങ്ങളുടെ ഈ ഒരു ഒത്തുകൂടലിൽ ഒരു റിസൾട്ട് അതുണ്ടാവുന്നിടത്തേക്ക് വെറുതെ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ തള്ളുന്നതിനപ്പുറത്തേക്ക് മനസ്സുകൊണ്ടൊരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കണം. നാട്ടിലെ എല്ലാവിധ അരുതായ്മകൾക്കെതിരെയും പാലിയേറ്റീവ് കെയർ ഉണ്ട്. ലഹരിയുടെയും അതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങൾക്കിടെയും പുകവലിയുടെയും മറ്റെല്ലാ തരത്തിലുള്ള ലഹരിയുടെയും മനുഷ്യൻ്റെ ജാതിയും മതത്തിൻ്റെയും പേരുള്ള വേർതിരിക്കലുടെയും
എല്ലാ തരത്തിലുള്ള പരസ്പരമുള്ള പകയും വിദ്വേഷത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും പരിഹാരത്തിൻ്റെ അവസാന വാക്കാണ് പാലിയേറ്റീവ് കെയർ. അത് അതിൻ്റേതായ രീതിയിൽ പരസ്പരം ചേർന്ന് നിൽക്കാനും നാളെ ഞാൻ വീണുപോയാൽ എൻ്റെ കൂടെ കൂടാൻ ഈ ചുറ്റുവട്ടത്തെ ആളുകളുണ്ടെന്ന ബോധത്തോടുകൂടി അന്തസ്സോടെ മരിക്കാൻ കഴിയുന്ന ഒരിടമായി ഈ നാട് മാറുന്നിടത്തേക്ക് നിങ്ങളുടെ ചിന്ത ഉണ്ടാവണമെന്ന് മാത്രം പറയാണ്.